National Science Day 2021 ICAR-CENTRAL Plantation Crops Research Institute Regional Station കായംകുളത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഏകദിന വെർച്വൽ വർക്ക്ഷോപ്പ് Science, Technology and Innovation for the Empowerment of Students ആരംഭിക്കുകയാണ്. ഇന്നത്തെ വെർച്വൽ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് CPCRI പ്രാദേശിക കേന്ദ്രം മേധാവി ഡോക്ടർ എസ് കലാവതി മാഡമാണ്. ഡോക്ടർ ജോസഫ് രാജ്കുമാർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് CPCR റീജിയണൽ സ്റ്റേഷൻ കായംകുളം സ്വാഗതം ആശംസിക്കുന്ന പരിപാടിയിൽ ഫ്യൂച്ചർ ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, ഇമ്പാക്ട്സ് ഓൺ എഡ്യൂക്കേഷൻ, സ്കിൽസ് ആൻഡ് വർക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ജി ബൈജു സാർ നയിക്കുന്ന ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികളുടെ ഇലക്യൂഷൻ കോമ്പറ്റീഷനും ഈ വെർച്വൽ വർക്ക്ഷോപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ICAR-CPCRI റീജിയണൽ സ്റ്റേഷൻ കായംകുളത്തിന്റെ പേരിൽ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്വാഗത പ്രസംഗത്തിനായി CPCRI പ്രാദേശിക ICAR തീം സോങ് ഇട്ടുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി CPCRI കായംകുളം പ്രാദേശിക കേന്ദ്രം പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ജോസഫ് രാജ്കുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വെരി ഗുഡ് മോർണിംഗ് ടു എവരിബഡി. ഏറ്റവും ബഹുമാനപ്പെട്ട സ്റ്റേഷൻ മേധാവി ഡോക്ടർ എസ് കലാവതി മാഡം, ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ ജി ബൈജു സർ, organizing team Dr. K.M. Anas, Dr. Marin, and my senior colleagues, and my dear college students. എല്ലാ കുട്ടികൾക്കും ആദ്യമായിട്ട് നാഷണൽ സയൻസ് ഡേയുടെ ആശംസകൾ നേരുകയാണ്. ഈ ഓർമ്മ ദിനം എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും ഓർമ്മിക്കേണ്ട ഒരു ദിവസം കൂടെയാണ്. കാരണം ശാസ്ത്രം കുറിച്ച് അറിയുകയും ശാസ്ത്രത്തെ കൂടുതലായിട്ട് പോപ്പുലറൈസ് ചെയ്യുകയും വേണ്ട ഒരു ദിവസം കൂടെയാണ്. എന്താണ് ഈ ശാസ്ത്രം? എല്ലാ കുട്ടികളും അറിയേണ്ട ഒരു കാര്യം കൂടെയാണ്. കാരണം ഈ ശാസ്ത്രം എന്ന് പറയുന്ന റീസണിങ് അല്ലെങ്കിൽ കാരണങ്ങൾ കണ്ടെത്തുക, എ ലോജിക്കൽ അപ്രോച്ച് ടു അണ്ടർസ്റ്റാൻഡിങ്, എല്ലാ കുട്ടികളും തങ്ങളുടെ ശാസ്ത്ര ജീവിതത്തിലേക്ക് കൈകാര്യം ചെയ്യേണ്ടതും മനസ്സിലാക്കാൻ വേണ്ടതും കൂടെയാണ്. അതുകൊണ്ടായിരിക്കാം ദേശീയ തലത്തിൽ തന്നെ ഈ ശാസ്ത്ര ദിനം നമുക്ക് വളരെ
പ്രൗഢികരമായിട്ട് ആചരിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാൻ സാധിക്കും 1987 മുതലാണ് ഫെബ്രുവരി 28-ാം തീയതിയാണ് നമുക്ക് ഈ ദേശീയ ശാസ്ത്ര ദിനം നമ്മൾ ആചരിച്ചു വരികയാണ്. എന്താണ് ഈ ദിനത്തിന്റെ പ്രത്യേകത? ഈ ദിനത്തോട് അനുബന്ധിച്ചോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാധാരണമായിട്ട് ഒരു ദിനം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ജന്മദിനമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫീസ്റ്റ് ദിനങ്ങളായിരിക്കാം. പക്ഷേ ഇത് ഒരു ഡിസ്കവറി, ഒരു ശാസ്ത്രത്തിന്റെ ഒരു ഡിസ്കവറിയുടെ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുക. നിങ്ങൾക്ക് ഏവർക്കും അറിയണം, സർ ചന്ദ്രശേഖര വെങ്കട് രാമൻ എഫക്ട് കണ്ടുപിടിച്ച ഒരു ദിനമാണ്. എന്താണ് ഈ രാമൻ എഫക്ട്? ഏത് ലൈറ്റിനും ഒരു മീഡിയയിലേക്ക് കടന്നു വന്നിട്ട് അത് സ്കാറ്റർ ആകുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയുക. അതാണ് നമ്മൾ റാലേസ് സ്കാറ്ററിംഗ് എന്ന് അറിയുക. അപ്പൊ സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസിഡന്റ് ലൈറ്റിന്റെ അതേ ഫ്രീക്വൻസിയിലാണ് ഈ സ്കാറ്റേർഡ് ലൈറ്റും ഉണ്ടാകുക. ഏകദേശം 99.0 എനിക്ക് തോന്നുന്നു 99% ഈ പറയുന്ന റാലേസ് സ്കാറ്ററിംഗ് ആണ് നമുക്ക് ഉണ്ടായി വരിക. അപ്പൊ ആ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടർ സർ CV രാമൻ സിഗ്നൽസ് കണ്ടുപിടിക്കുക. ഈ പറയുന്ന ഇൻസിഡന്റ് ലൈറ്റിൽ നിന്ന് വരുന്ന ഏതാനും ഒരു 0.001% മാത്രമാണ് ഈ രാമൻ സിഗ്നൽസ് ആയിട്ട് മാറുക. അതിന് പ്രത്യേക വൈബ്രേഷൻ ഉണ്ട്. ഈ രാമൻ സിഗ്നൽ കണ്ടുപിടിച്ച അദ്ദേഹം 1929 നൊബേൽ സമ്മാനം മേടിക്കാനുള്ള ഷിപ്പിന്റെ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് അത്ര ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രചോദനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ ദിനത്തിനെ നമുക്ക് ഡേ ഓഫ് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ പ്രേരണ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുക. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. എല്ലാ കുട്ടികളും ഇതിനെ ഓർത്ത് മനസ്സിലാക്കേണ്ടത്. ഇത് കൂടാതെ അദ്ദേഹത്തിനെ നമസ്കരിക്കേണ്ട ഏറ്റവും വലിയൊരു സന്ദർഭം കൂടെയാണ്. കാരണം ഈ നൊബേൽ സമ്മാനം വാങ്ങിക്കുമ്പോൾ അദ്ദേഹം 1930 ഈ നൊബേൽ സമ്മാനം മേടിച്ചത്. ആ സമയത്ത് ബ്രിട്ടീഷിന്റെ ഫ്ലാഗിലാണ് അദ്ദേഹം മേടിച്ചപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും വിഷമിച്ചു എന്നാണ് നമ്മൾ അറിയപ്പെടുക. അപ്പം ഈ വലിയ മഹത്തായ ഒരു കണ്ടുപിടുത്തത്തിന് നമ്മൾ എല്ലാവരും ആദരപൂർവ്വം ആചരിക്കുന്ന ഒരു ദിവസമാണ് ഈ നാഷണൽ സയൻസ് ഡേ. അപ്പം എല്ലാ കുട്ടികളും ഇതിന്റെ ഏറ്റവും ബഹുമൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചേരണമെന്നുള്ള ഒരു സന്ദേശമാണ് ഞാൻ ഈ പറയുന്ന ആമുഖമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് ഞാൻ വരാം. ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ, ഭരണഘടനയിൽ തന്നെ ഈ ശാസ്ത്രത്തെ കുറിച്ച് ഒരുപാട് വിമർശിച്ചു. അതിൽ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 51A(h) സൂചിപ്പിക്കുക, ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം ആൻഡ് എ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോംസ്. നോക്കുക, 1950 എഴുതി വെച്ച ഈ ഭരണഘടനയിലെ പോലും സയന്റിഫിക് ടെമ്പർമെന്റ് വാർത്തെടുക്കേണ്ടത് ഓരോ പൗരന്റെയും ഒരു റൈറ്റ് ആയിട്ടാണ് കണ്ടിരിക്കുക നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർ. അപ്പം അത് നമുക്ക് എല്ലാ കുട്ടികളും മനസ്സിലാക്കണം. ഈ ശാസ്ത്രത്തിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുക? നല്ല ഒബ്സർവേഷൻ ആണ്. എല്ലാ കുട്ടികളും ഒരു കാര്യങ്ങളെ നോക്കുമ്പോൾ നല്ല ഒരു ഒബ്സർവേഷൻ സ്കിൽസിലായിട്ട് വരുമ്പോഴായിരിക്കാം നല്ല ചോദ്യങ്ങൾ ഉണ്ടാക്കുക. അപ്പം ഈ നല്ല ചോദ്യത്തിന്റെ ആസ്പദമാക്കിയായിരിക്കാം നല്ല ഒരു ഗവേഷണം നമുക്ക് മുമ്പോട്ട് ചെല്ലാൻ സാധിക്കുക. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നല്ല ഒറിജിനൽ തിങ്കിങ്ങിൽ നമ്മൾ വരുമ്പോഴായിരിക്കാം ഒരു ശാസ്ത്രമായിട്ട് വരിക. ആ ശാസ്ത്രത്തിന്റെ ഒരു ഔട്ട്കം ആയിരിക്കും നമ്മൾ ഗവേഷണമായിട്ട് മാറുക. അതിനൊപ്പം തന്നെ ഒരു ഇന്നോവേറ്റീവ് തിങ്കിങ് ആകുമ്പോഴായിരിക്കാം നമ്മൾ കൂടുതലായിട്ട് അതിനെ ഒരു ടെക്നോളജി ആയിട്ട് പറയുക. അപ്പം ഒരു ഇന്നോവേറ്റീവ് thinking will lead to a technology, original thinking will lead to a kind of science. അപ്പം ഇത് എല്ലാ കുട്ടികളും മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന ദിനം നമുക്ക് എല്ലാവരും ഒരു ഓർമ്മയ്ക്ക് നിൽക്കേണ്ടത് മാത്രമല്ല, നമ്മുടെ ജീവിതം ആകമൊത്തം ഇതിനെ ഭാരിക്കാനും കടപ്പെട്ടവരായിരിക്കും. കഴിഞ്ഞ കൊല്ലം നമ്മുടെ തീം എന്ന് പറയുമ്പോൾ വിമൻ ഇൻ സയൻസ് ആയിരുന്നു. അതിന് ഏറ്റവും ഉചിതമായിട്ടാണ് 2020 നൊബേൽ സമ്മാനം വാങ്ങിച്ചത് 2 ശാസ്ത്രജ്ഞങ്ങളാണ്, 2 ലേഡി സയന്റിസ്റ്റ് ആണ്, വിമൻ സയന്റിസ്റ്റ്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയോളൂ, ഏറ്റവും മഹത്തായ ഒരു ഡിസ്കവറിക്കാണ് അവർ ലഭിച്ചത്. 2012 അവർ കണ്ടുപിടിച്ച ഒരു ക്രിസ്പർ കാസ് ജീനോം എഡിറ്റിംഗ്.
അപ്പം ഈ പറയുന്ന ജീൻ എഡിറ്റിംഗ് മേഖലയിലേക്ക് അവർ കൈവരിച്ച നേട്ടങ്ങളുടെ ആസ്പദമാക്കിയിട്ടാണ് അവർക്ക് ഈ നൊബേൽ സമ്മാനം കിട്ടിയത്. ഇനി എനിക്ക് തോന്നുന്നു ഈ ജീൻ എഡിറ്റിംഗ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് മനസ്സിലായത്. അത് ചിലപ്പോൾ നമ്മുടെ ഓരോ ക്രോപ്പിന്റെ ഉന്നമനത്തിനായിരിക്കാം, അതുപോലെ തന്നെ ഈവൻ മനുഷ്യന്റെ പല പ്രതിരോധ ശേഷിക്ക് വരും അത് ഉപയോഗപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ കുട്ടികളും മനസ്സിലാക്കേണ്ടത് നല്ല ചോദ്യങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും ഉന്നത ശാസ്ത്രങ്ങൾ പഠിക്കുക എന്നുള്ളതായിരിക്കും ഈ പറയുന്ന ലക്ഷ്യത്തായിട്ട് ഈ കൊല്ലത്തിന്റെ നമ്മുടെ തീം എന്ന് പറയുക തന്നെ അത് തന്നെയായിരുന്നത്. നമ്മുടെ ഫ്യൂച്ചർ ഓഫ് STI, സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, അതിന്റെ ഇമ്പാക്ട് ഓൺ എഡ്യൂക്കേഷൻ, സ്കിൽസ് ആൻഡ് വർക്ക്, അതിനെ കുറിച്ചായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഇന്ന് ചർച്ച ചെയ്യുക. എന്തായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഏത് മീറ്റിങ്ങിലും അല്ലെങ്കിൽ ഏത് പരിപാടിയിലെയും അതിന്റെ ഏറ്റവും വലിയ ചുക്കാൻ പിടിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ മേധാവിയാണ്. മാഡം എപ്പോഴും സയന്റിഫിക് കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് ഒരു കർഷകരുടെ അടുത്ത് എത്തിക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് എത്തിപ്പിക്കുക എന്നുള്ളതിൽ വളരെ വളരെ ശുഷ്കാന്തിയോടെയാണ് മാഡം ഓർഗനൈസ് ചെയ്യുന്നത്. ഏത് പ്രോഗ്രാമിനെയും വളരെ മെറ്റിക്കുലസ് ആയിട്ട് അതിനെ കാണുകയും അതിനൊപ്പം തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന മാഡത്തിന് ഔചാരികതയുടെ പേരിൽ എല്ലാവരുടെ പേരിലും ഞാൻ എൻ്റെ സ്വാഗതം അർപ്പിക്കുകയാണ്. അടുത്തത് ബൈജു സാർ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് ബൈജു സാർ ഏറ്റവും സ്മാർട്ട് സയന്റിസ്റ്റ് ഞാൻ പറയാം. കാരണം ഈ പറയുന്ന അഗ്രികൾച്ചർ ശാഖയിലേക്ക് സയൻസ് എന്നുള്ള ഒരു ശാഖയിലേക്ക് പഠിച്ചു വന്ന ഒരു ശാസ്ത്രജ്ഞനും കൂടിയാണ്. സോയിൽ മാത്രമാണ് സയൻസ് ആയിട്ട് നമ്മൾ പറയാം, മറ്റതിനെല്ലാം അഗ്രോണമി അല്ലെങ്കിൽ എൻറ്റമോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചർ എക്സ്റ്റൻഷനൊന്നും അതിലെ സയൻസ് ചേർന്ന് വരുന്നില്ല. അപ്പം തീർച്ചയായിട്ട് സാറിന്റെ ഈ പറയുന്ന വിഷയം ഏറ്റവും ഫലപ്രദമായിരിക്കുന്നുള്ള ഒരു സംശയവും വേണ്ട. അതിനോടൊപ്പം തന്നെ സാറിന്റെ പ്രൊഫൈൽ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലായി, ഏകദേശം 40 പേജ് നീണ്ടിരിക്കുന്ന ഒരു പ്രൊഫൈലും കൂടെയാണ്. സാറ് ഇപ്പോൾ CTCRA കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുകയാണ്. ഏതാനും 1-2 കൊല്ലങ്ങൾ സാർ അഗ്രികൾച്ചർ ഓഫീസറായിട്ട് വരെ പണി ചെയ്തിട്ടുണ്ട്. സാറ് ഏകദേശം 12 രാജ്യങ്ങളിലാണ് ചെന്നിരിക്കുക. എടുക്കാത്ത ട്രെയിനിങ് ഇല്ല, നേടാത്ത ടെക്നോളജീസും ഇല്ല. ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് സാറ് ചെയ്യുന്നത് എസ്പെഷ്യലി ഓൺ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ്. സൈറ്റ് സ്പെസിഫിക് ന്യൂട്രീഷൻ പ്രൊഫൈലിംഗിലാണ് സാർ കൂടുതലും ഗവേഷണം പഠനം ചെയ്തുകൊണ്ടിരിക്കുക. അതിനൊപ്പം തന്നെ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ, അതിൽ എനിക്ക് തോന്നുന്നു ഈ ട്യൂബർ ക്രോപ്സ് ഏറ്റവും പ്രഥമപ്പെട്ട ഒരു പങ്ക് വഹിക്കുകയാണ്. ഈ നമ്മുടെ സാറുടെ മുഖ്യ പ്രഭാഷണം നമ്മൾ എല്ലാവരും മനസ്സിലാക്കി എടുക്കുക. എല്ലാ കുട്ടികളും അതുകൊണ്ട് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഔപചാരികതയുടെ പേരിൽ ഞങ്ങളുടെ ഹെഡിന്റെ പേരിലും ഞാൻ സാറിന് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഏത് മീറ്റിംഗ് വിജയിക്കണം എന്ന് വെച്ചാൽ അതിന്റെ പുറകില് കുറച്ച് ടീം വർക്ക് ചെയ്യണം. അതെനിക്ക് തോന്നുന്നു ഡോക്ടർ അനസ് after joining this particular organization is a linchpin behind all this program. I welcome Dr. Anas for this very important program, please. ഇനി ഏത് മീറ്റിംഗ് വിജയിക്കണം അല്ലെങ്കിൽ ഏത് മിഷന് നമ്മൾ സക്സീഡ് ആവണം എന്ന് വെച്ചാൽ അതിൽ പ്രഥമമായിട്ടിരിക്കേണ്ടത് അവരുടെ പാർട്ടിസിപ്പന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പം ഈ മീറ്റിംഗിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഈ വിദ്യാർത്ഥികൾ ഈ പറയുന്ന നാഷണൽ സയൻസ് ഡേയുടെ വർക്ക്ഷോപ്പ് വളരെ റിമംബറൻസ് ആയിട്ട് മാറണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. നമ്മുടെ വെർച്വൽ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി CPCRA പ്രാദേശിക കേന്ദ്രം കായംകുളം മേധാവി ഡോക്ടർ എസ് കലാവതി മേഡത്തിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ മീറ്റിംഗിലെ നമ്മുടെ മുഖ്യ അതിഥി ദേശീയ അന്തർദേശീയ തലത്തിൽ ഏറെ അംഗീകരിക്കപ്പെട്ട ശാസ്ത്രജ്ഞനായ, പ്രത്യേകിച്ച് ഡോക്ടർ ജോസഫ് പറഞ്ഞു, മണ്ണ് ശാസ്ത്രത്തിൽ ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞൻ, CTCRAയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റും എൻ്റെ പ്രിയ സുഹൃത്ത് ക്ലാസ്മേറ്റുമായ ഡോക്ടർ ജി ബൈജു, അതുപോലെ തന്നെ കീടശാസ്ത്രത്തിൽ ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള നമ്മുടെ കേന്ദ്രത്തിലെ തന്നെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ ജോസഫ് രാജ്കുമാർ, ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ഡോക്ടർ അനസ്, ഡോക്ടർ മെറിൻ, മറ്റ് എല്ലാ പ്രിയ ശാസ്ത്രജ്ഞരെ, ഏറ്റവും പ്രിയമുള്ള ശാസ്ത്ര വിദ്യാർത്ഥികളെ, അവരുടെ അധ്യാപകരെ, ആദ്യമായിട്ട് ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്.
ഈ ഒരു ആമുഖം ഞാൻ സൂചിപ്പിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഡോക്ടർ ജോസഫ് രാജ്കുമാർ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ദേശീയ ശാസ്ത്ര ദിനത്തെ കുറിച്ച് പറഞ്ഞു. 1928 സർ CV രാമന്റെ രാമൻ ഇഫക്റ്റ് ലോകവ്യാപകമായി അംഗീകരിച്ച ദിവസമാണിത്. ഇത് സ്റ്റുഡൻസിന് മാത്രമല്ല, നമുക്ക് ഭാരതത്തിന്റെ മൊത്തം അഭിമാന ദിനമാണ്. കാരണം നമ്മൾ ആലോചിക്കണം, 1928 ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ, നമുക്ക് യാതൊരു സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് നമ്മൾ നേടിയ നേട്ടമാണിത്. ഇതിന് ശരിക്കും സ്വർണ്ണ തിളക്കം തന്നെയുള്ള നേട്ടമാണ്. നമുക്ക് ഇന്നും നമുക്ക് ആദരിക്കാവുന്ന, അംഗീകരിക്കാവുന്ന ഒരു കണ്ടുപിടുത്തമാണിത്. അപ്പൊ അതിന് തുടക്കം കുറിച്ച ഭാരതത്തിൽ തീർച്ചയായിട്ടും വിദഗ്ധരായ ഏറെ ശാസ്ത്രജ്ഞരുണ്ടായിരുന്നു, ശാസ്ത്ര നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ ശാസ്ത്ര ബുദ്ധി എവിടെയും അംഗീകരിക്കപ്പെട്ടത് തന്നെയാണ്. മറ്റ് രാജ്യങ്ങളിലും പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർ നമ്മുടെ ഭാരതത്തിൽ നിന്നാണെന്നും നമുക്ക് അഭിമാനിക്കാം. അപ്പൊ അതിനു വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഒരു ദിനം ആചരിക്കുന്നത്. എന്തൊക്കെ ശാസ്ത്ര നേട്ടങ്ങളാണ് ഭാരതത്തിന് ലോകത്തിന് മുന്നിൽ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടത്, അവരെ എല്ലാം അംഗീകരിക്കുക, ആദരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിനു മുന്നിലുണ്ട്. അതിലെല്ലാം ഉപരി ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ശാസ്ത്രത്തിന്റെ പങ്കിനെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഡെവലപ്മെന്റിൽ എക്കണോമിക് മാത്രമല്ല, സാമ്പത്തികമായി മാത്രമല്ല, സാമൂഹികമായും അതുപോലെ തന്നെ പാരിസ്ഥിതികമായിട്ടും നമുക്ക് എത്രമാത്രം നേട്ടങ്ങൾ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കാനാവും എന്ന് ഒരു പൊതുവായിട്ട് നമുക്ക് എല്ലാ പബ്ലിക്കിനും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ കൂടിയുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ ഈ ദിനത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. കാരണം ഇന്ന് നമുക്കറിയാം, അതിന്റെ തീം ഡോക്ടർ ജോസഫ് പറഞ്ഞു, സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. അതിന്റെ ഒരു ഇമ്പാക്ട് എന്താണ്? നമുക്കത് എല്ലാ വർഷവും നമ്മൾ പറയുന്ന അതിന്റെ ഇമ്പാക്ട് ഓൺ ഡെവലപ്മെന്റ് എന്നായിരിക്കും എല്ലാ വർഷവും. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ അതിന് ഏറെ മുൻതൂക്കം നൽകിയിരിക്കുന്നത് അങ്ങനെയല്ല. കാരണം ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ എഡ്യൂക്കേഷൻ, സ്കിൽ ആൻഡ് വർക്ക് എന്നാണ്. കാരണം അതിനെ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒരുപക്ഷെ അതിന് ചേർച്ചയില്ല എന്ന് തോന്നാമായിരിക്കാം. പക്ഷെ അതിന് ഏറെ മഹത്തരമായ ഒന്ന് തന്നെയാണ്. കാരണം നമുക്ക് അതിന്റെ ഒരു വെറും അറിവ് മാത്രം പോരാ, നമുക്ക് ശാസ്ത്രത്തിന്റെ നൈപുണ്യമാണ് ഏറ്റവും വലുത്, സ്കിൽ ഡെവലപ്മെന്റ്. കാരണം ഒരു സ്കിൽ, നമ്മൾ അതിന്റെ പരിചയ സമ്പത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ എങ്ങനെ ആകും എന്ന് തീരുമാനിക്കാൻ പറ്റും. പ്രത്യേകിച്ചും അത് കുട്ടികളുടെ നിലയിലാണ് ഏറ്റവും. ഇത് സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഈ പ്രാവശ്യം വെച്ചിരിക്കുന്നത്. ഡോക്ടർ ജോസഫ് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അത് വിമൻ സയന്റിസ്റ്റിന്റെ റോൾ എന്ന് പറഞ്ഞെങ്കിൽ ഈ തവണ അത് കുട്ടികൾക്കാണ് ഊന്നൽ. കാരണം ഭാവി തലമുറ ഇതിനെ എങ്ങനെ കൊണ്ടുപോകണം, അതിന് ഏറ്റവും നല്ല ഒരു തീമാണ് ഈ പ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം അതിന്റെ മിയർ അവയർനെസ് മാത്രം പോരാ കുട്ടികൾക്ക്, അതിന്റെ പരിചയ സമ്പത്ത് വേണം. അപ്പോൾ പരിചയ സമ്പത്തിലൂടെ നിങ്ങളുടെ പ്രോജക്റ്റുകളിലൂടെ നിങ്ങൾ ശാസ്ത്രത്തെ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ അഭിരുചി തീർച്ചയായും മനസ്സിലാക്കാൻ പറ്റും. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വർക്ക് അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ ഒരു ബെസ്റ്റ് പ്രൊഫഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ സസ്റ്റൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ കൊണ്ടുപോകാൻ, അതിൽ തന്നെ നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു നല്ല തിരിച്ചറിവിലൂടെയാണ് ഈ വർഷത്തെ നമുക്ക് തീം സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ കുട്ടികൾ തീർച്ചയായിട്ടും ഏറെ മനസ്സ് കാണിക്കണം. കാരണം നിങ്ങൾ പഠിക്കുന്നത് മാർക്കിനല്ല, അവയർനെസ് ക്രിയേഷൻ മാത്രമല്ല. കാരണം അതിന്റെ നൈപുണ്യത്തിൽ നിങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷനെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി അവസാനം വരെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ നമ്മൾ ഇന്ന് നമുക്കെല്ലാം അറിയാം. നമുക്ക് ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് അവിശ്വസനീയമാണ്. കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തന്നെ നമുക്ക് എടുത്താൽ ഇന്റർനെറ്റ് ഫെസിലിറ്റി, നമ്മുടെ മൊബൈൽ ഫെസിലിറ്റി, അങ്ങനെയുള്ളതെല്ലാം ഇതിന് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കറിയാം ഇന്ന് ലോകത്തെ എല്ലാ ഡെവലപ്മെന്റും അങ്ങനെയുള്ളതിനെ ചുറ്റിയാണ് നിൽക്കുന്നത്. നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ, എല്ലാ ഫീൽഡും ഒന്നിച്ചൊരുപോലെ. അതൊന്നും വേണ്ട, നമുക്ക് സയൻസിൽ ഏറ്റവും എടുക്കാവുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം. കാരണം നമുക്ക് ഇന്ന് എത്രത്തോളം നമുക്ക് അഭിമാനിക്കാം, 60-ലേറെ രാജ്യങ്ങൾക്ക് വാക്സിൻ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നമ്മൾ നമ്പർ 1 തന്നെയാണ്. കാരണം എല്ലാ രാജ്യങ്ങളുടെയും പ്രശംസ കഴിഞ്ഞ ദിവസവും നമ്മൾ കേൾക്കുകയുണ്ടായി. ഈ രംഗത്ത് നമുക്ക് ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ ഏറെ വേണ്ട ഒരു ചുവടുവയ്പ് ഒരുപക്ഷെ പരിസ്ഥിതി മേഖലയിലേക്കായിരിക്കാം. കാരണം എല്ലാ ഡെവലപ്മെന്റിനും അതിന്റെ പോസിറ്റീവ് സൈഡിനോടൊപ്പം എൻവയോൺമെന്റൽ സൈഡിൽ മിക്കവാറും അതിനൊരു നെഗറ്റീവ് ആസ്പെക്ട് ഉണ്ടാവാം. അതിനെ രണ്ടിനെയും തുലനം ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നല്ല ശാസ്ത്രം നമുക്ക് ലോകത്തിന് മുന്നിൽ തന്നെ ഒരു മാതൃകയാവണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ശാസ്ത്രത്തെ കൊണ്ടുവരാൻ നമ്മളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ആകട്ടെ,
നിങ്ങളുടെ നിറഞ്ഞ നേട്ടങ്ങൾ ഈ മേഖലയിൽ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാവണം എന്ന് തീർച്ചയായിട്ടും നിങ്ങളൊരു മനസ്സ് വെക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിനെ ഞാൻ നല്ല ആദരവോടെ നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയെ കുറിച്ച് ഡോക്ടർ ജോസഫ് ഓൾറെഡി പറയുകയുണ്ടായി. അദ്ദേഹം ഈ ശാസ്ത്ര മേഖലയിൽ, കാരണം അഗ്രികൾച്ചറിനെ നമുക്ക് സാധാരണയായിട്ടൊരു ശാസ്ത്രത്തിൽ ഡോക്ടർ ജോസഫ് പറഞ്ഞ പോലെ കൊണ്ടുവരാനായിട്ട് ആരും കാണുന്നില്ല. കാരണം അതൊരു അപ്ലൈഡ് ആയ സയൻസ് ആണ്. പക്ഷെ അത് ഏറ്റവും പ്രധാനമാണ്. കാരണം ബാക്ക് ബോൺ ഓഫ് നമ്മുടെ എക്കോണമി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അഗ്രികൾച്ചർ ശാസ്ത്രത്തിലെ നേട്ടങ്ങളും ഏറെ മാനിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ ജി ബൈജു ഈ ഒരു മേഖലയിൽ ഏറെ നേട്ടങ്ങൾ കൈവരിച്ച ആളാണ്. അതുകൊണ്ട് തന്നെയാണ് എത്ര അന്താരാഷ്ട്ര പ്രോഗ്രാമുകളിൽ ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നിരവധി അവാർഡുകൾ ഫെർട്ടിലൈസർ അസോസിയേഷന്റെയും അങ്ങനെ പല അവാർഡുകളും അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്ന് എന്തൊക്കെയാണോ മണ്ണ് ശാസ്ത്രത്തിന്റെ മേഖലയ്ക്ക് അനിവാര്യം, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, സൈറ്റ് സ്പെസിഫിക് ന്യൂട്രിയൻ മാനേജ്മെന്റ്, അതുപോലെ ഇന്ന് നമ്മൾ ഏറ്റവും നേരിടുന്ന പ്രതിസന്ധിയായ കാലാവസ്ഥയെ അതിജീവിച്ചുള്ള കൃഷി രീതികൾക്ക് മുൻതൂക്കം നൽകിയുള്ള ഗവേഷണങ്ങൾ, അതുപോലെ നല്ല അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, സോയിൽ സയൻസില് എന്തൊക്കെയാണ് ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, അങ്ങനെ അതെല്ലാം ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഏറെ നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ബൈജു. അദ്ദേഹത്തിന് എൻ്റെ വ്യക്തിപരമായ പേരിലും CPCRIയുടെ പേരിലും ഒന്നുകൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു മാഡം. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായ ഡോക്ടർ ജി ബൈജു സാറിനെ ആദരപൂർവം സയൻസ് ഇന്നത്തെ സ്പെഷ്യൽ ലെക്ചർ നയിക്കുന്നതിന് വേണ്ടി ഫ്യൂച്ചർ ഓഫ് സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, ഇമ്പാക്ട്സ് ഓൺ എഡ്യൂക്കേഷൻ, സ്കിൽസ് ആൻഡ് വർക്ക് എന്ന ടോപ്പിക്കിൽ ലെക്ചർ നയിക്കുന്നതിന് വേണ്ടിയിട്ട് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. എൻ്റെ പ്രിയ സുഹൃത്തും സഹപാഠിയും CPCRI റീജിയണൽ സ്റ്റേഷന്റെ മേധാവിയുമായ ഡോക്ടർ കലാവതി, എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ജോസഫ്, മറ്റ് CPCRIയിലെ ശാസ്ത്രജ്ഞരെ, ഉദ്യോഗസ്ഥരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ. കുറച്ച് ദിവസം മുമ്പാണ് കലാവതി എന്നോട് എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ദേശീയ ശാസ്ത്ര ദിനമുണ്ട്, അപ്പം അതിൽ CPCRI ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്, അതിൽ ഒരു ഈ ടോപ്പിക്കിനെ പറ്റി ഒരു 1/4 മണിക്കൂർ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കലാവതി പറഞ്ഞപ്പോൾ ഞാൻ ടോപ്പിക് എന്തുവാണെന്നോ ഈ വർഷത്തെ തീം എന്താണെന്നോ ഒന്നും ഞാൻ അതുവരെ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ റെഡി എന്ന് പറഞ്ഞു. 23 ആദ്യം പറഞ്ഞത്. പിന്നെ 22 ഞാൻ സ്ലൈഡൊക്കെ റെഡിയാക്കി വെച്ച് കലാവതിയുമായിട്ട് സംസാരിച്ചപ്പോൾ 1 കല പറഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ടോപ്പിക്കൊക്കെ നോക്കിയപ്പോൾ എന്നെക്കാളും വളരെ ഉചിതരായ പലരും ഈ ഒരു വിഷയം സംസാരിക്കാൻ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. കാരണം അതൊരു സയൻസിന്റെ സമൂഹത്തിൽ തൊഴിലിനെയൊക്കെ എങ്ങനെ സ്വാധീനിക്കും ആ രീതിയിലുള്ള ഒരു വിഷയമായതുകൊണ്ട് ഞാനത് തിരഞ്ഞെടുക്കേണ്ടായിരുന്നു എന്നുപോലെ എൻ്റെ മനസ്സിൽ പിന്നെ തോന്നി. എങ്കിലും ഞാൻ എൻ്റെ ഒരു ശ്രമം, ചെറിയൊരു ശ്രമം ഞാൻ നടത്തി. ഒരു സ്ലൈഡൊക്കെ തയ്യാറാക്കിയത് ഇംഗ്ലീഷിലായിരുന്നു. ഇവിടെ വന്നപ്പോൾ പ്രൊസീഡിങ്സ് എല്ലാം മലയാളത്തിലായതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ എൻ്റെ പവർ പോയിന്റ് കാണിച്ചുകൊണ്ട് മലയാളത്തിലും കൂടെ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ സ്വാഗത പ്രാസംഗകനും ഉദ്ഘാടകയും പറഞ്ഞതുപോലെ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ശാഖയാണ്. ലോകത്ത് നമുക്കെല്ലാം അറിയാം 195ഓളം രാജ്യങ്ങളുണ്ടെങ്കിലും ശാസ്ത്ര നേട്ടങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഇന്ന് 5ാം സ്ഥാനത്താണ്. വലിയൊരു നേട്ടമാണ് നമ്മൾ നേടിയത്. നമ്മുടെ രാജ്യത്തുണ്ടായ പല ശാസ്ത്ര നേട്ടങ്ങളുടെയും കാര്യങ്ങളെ പറ്റി പറയുന്നില്ലെങ്കിൽ ഞാൻ ഈ ശാസ്ത്ര നയങ്ങളും അതിലൂടെ നമ്മൾ നേടിയ കുറച്ച് കാര്യങ്ങളും മാത്രമാണ് എൻ്റെ അടുത്ത ഒരു 30-40 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ സ്ലൈഡിലേക്ക് പോവുകയാണ്. സ്ലൈഡ് കാണാമല്ലേ ജോസഫ്? കാണുന്നുണ്ട് സാർ, സംസാരിച്ചോളൂ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്ന് പറയുന്നത് CPCRIയുടെ ഒരു സഹോദര സ്ഥാപനമാണ്. അതിന്റെ പേര് CTCRI എന്നാണ്, കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ സ്ഥാപനം. തിരുവനന്തപുരത്താണ് അതിന്റെ ആസ്ഥാനം. അതിന് ഒറീസയിലെ ഭുവനേശ്വറിൽ ഒരു റീജിയണൽ സ്റ്റേഷനുമുണ്ട്. പ്രധാനമായിട്ടും
കിഴങ്ങ് വർഗ്ഗ വിളകൾ കൂട്ടത്തിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ, ഈ ഒരു വിഷയമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും. നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ലോകത്താകമാനം നോക്കിയാലും മനുഷ്യന്റെ ഭക്ഷണ പോഷക സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വിളകളാണ് കിഴങ്ങ് വർഗ്ഗ വിളകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഉഷ്ണമേഖലാ കിഴങ്ങ് വർഗ്ഗ വിളകൾ, മരച്ചീനി, കാച്ചിൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പട്ടിണിപ്പാവങ്ങളുടെ ഭക്ഷണ പോഷക സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വിളകളാണ്. അത് മാത്രമല്ല ഡോക്ടർ കലാവതി പറഞ്ഞതുപോലെ ക്ലൈമറ്റ് സ്മാർട്ട് വിളകളാണ്. ഭാവിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ച് ഉയർന്ന ടെമ്പറേച്ചർ, വരൾച്ച തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥാ സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടും മോശമല്ലാത്ത വിളവ് നൽകാൻ കഴിയുന്ന, മറ്റു വിളകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മോശമല്ലാത്ത വിളവ് നൽകാൻ കഴിയുന്ന വിളകളാണ് ഈ കിഴങ്ങ് വർഗ്ഗ വിളകൾ. അപ്പൊ ഈ വിളകളെ പറ്റി, അതിന്റെ പുതിയ ഇനങ്ങൾ ഉരുത്തിരിച്ചെടുക്കുന്നത് മുതൽ അതിന്റെ ശാസ്ത്രീയ കൃഷി രീതികൾ, അതിനെ എങ്ങനെ സംരക്ഷിക്കാം, അവസാനമായി അതിന്റെ വിളകളെ എങ്ങനെ മൂല്യവർദ്ധനവ് നടത്തി മാക്സിമം ആദായം കർഷകൻ ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറയുകയുണ്ടായി, നമ്മുടെ ഈ വർഷത്തെ ശാസ്ത്ര ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, ഇമ്പാക്ട്സ് ഓൺ എഡ്യൂക്കേഷൻ, സ്കിൽസ് ആൻഡ് വർക്ക് എന്നാണ്. ജോസഫ് രാജ്കുമാർ ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതുകൊണ്ട് ഈ ആമുഖ സ്ലൈഡുകൾ അധികം ഞാൻ കാണിച്ചു പോകുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് ജോസഫ് രാജ്കുമാർ പറഞ്ഞതുപോലെ ഒരു ശാസ്ത്രജ്ഞന്റെ ജന്മദിനമോ അങ്ങനത്തെ ഒരു പ്രത്യേക ദിനമോ അല്ല, നേരിട്ട് ഒരു കണ്ടുപിടുത്തം, നമ്മുടെ ഇന്ത്യയിൽ ജോലി ചെയ്ത ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ ഒരു ഏറ്റവും മഹത്തായ ഒരു കണ്ടുപിടുത്തമായ രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി 1987 മുതൽ നമ്മൾ ആചരിക്കുന്നത്. ഇതിനെപ്പറ്റി ഈ ദേശീയ ശാസ്ത്ര ദിനത്തിൽ സാധാരണ ശാസ്ത്രം പൊതുജനങ്ങളിൽ, സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത്. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ, ചർച്ചാ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക, ക്യൂസ് പ്രോഗ്രാം സംഘടിപ്പിക്കുക, റേഡിയോയിൽ പ്രോഗ്രാം നടത്തുക, അതുപോലെ കുട്ടികൾക്ക് CTCRI, CPCRI പോലെയുള്ള ദേശീയ ഗവേഷണ സ്ഥാപനങ്ങൾ വന്ന് കണ്ട് മനസ്സിലാക്കുന്നതിനുള്ള ഓപ്പൺ ഹൗസ് എന്ന് പറയുന്നത് തുറന്നു കൊടുക്കുക, അതുപോലെ ക്യൂസ് പ്രോഗ്രാം, പ്രസംഗ മത്സരം, ഇതൊക്കെ ഇങ്ങനെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ശാസ്ത്രത്തിന്റെ ഒരു പ്രചാരം നടത്തുക എന്നുള്ളതാണ് ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ വർഷത്തെ തീമിനെ പറ്റി ഞാൻ പറയുകയുണ്ടായി. ഇതിൽ നമുക്ക് ഈ വർഷത്തെ തീം നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളുണ്ട്. ഒന്ന് സയൻസ്, രണ്ടാമത് ടെക്നോളജി, മൂന്നാമത് ഇന്നോവേഷൻ. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1947 ശേഷം നമ്മൾ ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിൽ പ്രധാനമായിട്ട് 4 ശാസ്ത്ര സാങ്കേതിക നയങ്ങൾ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക നയങ്ങൾ ആദ്യം സയൻസ് എന്ന് മാത്രമായിരുന്നു. അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ഒരു നയത്തിലേക്ക് മാറി. 2013 മുതൽ ആ നയം വീണ്ടും മാറി. ഇപ്പോൾ സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു നയമാണ്. ഇങ്ങനെ 4 ദേശീയ ശാസ്ത്ര നയങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ നടപ്പാക്കിയത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ളതാണ്. 1958 അതിന്റെ പേര് സയന്റിഫിക് SPR എന്ന് പറയും, സയന്റിഫിക് പോളിസി റെസല്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ടു ഡെവലപ്പ് സയന്റിഫിക് എന്റർപ്രൈസ് ആൻഡ് ലേ ദ ഫൗണ്ടേഷൻ ഫോർ സയന്റിഫിക് ടെമ്പർ. നമ്മുടെ ഭരണഘടനയിൽ പോലും ആ ഒരു വാക്കുണ്ടെന്ന് ഡോക്ടർ ജോസഫ് പറയുകയുണ്ടായി. സോ അത് നമ്മുടെ ആദ്യത്തെ ശാസ്ത്ര നയത്തിലും അത് റെസല്യൂഷനിലും അത് പറഞ്ഞിട്ടുണ്ട്, ഫോർ സയന്റിഫിക് ടെമ്പർ ആൻഡ് വിച്ച് ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മെനി. അതിനുശേഷമാണ് നമ്മുടെ രാജ്യത്ത് പല ഗവേഷണ സ്ഥാപനങ്ങളും ദേശീയ പരീക്ഷണശാലകളും സ്ഥാപിച്ചത്. ഈ സയന്റിഫിക് പോളിസി റെസല്യൂഷൻ നടപ്പാക്കിയതിനു ശേഷമാണ്. അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് 1983 സയന്റിഫിക് കഴിഞ്ഞ ഒരു ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് TPS 1983 നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുകയുണ്ടായി. അതിന്റെ പ്രധാന ഉദ്ദേശം ശാസ്ത്രം മാത്രമല്ല, സാങ്കേതിക വിദ്യ, ടെക്നോളജിക്കൽ ഒരു സ്വയം പര്യാപ്തത, സാങ്കേതിക വിദ്യയിൽ നമ്മുടെ രാജ്യത്തെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പാക്കിയതാണ് TPS 1983. അതിനുശേഷമാണ് നമ്മൾ 2003 സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി രണ്ടും കൂടെ ചേർത്ത്, ആദ്യം സയൻസ്
രണ്ടാമത് ടെക്നോളജി, പിന്നെ 2003 സയൻസ് ആൻഡ് ടെക്നോളജി ശാസ്ത്ര സാങ്കേതിക നയം നടപ്പാക്കി. അതായത് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക ലിബറലൈസേഷന് ശേഷം 1991 ലിബറലൈസേഷന് ഉദാരവൽക്കരണത്തിന് ശേഷം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട നയമായിരുന്നു ഈ ശാസ്ത്ര സാങ്കേതിക നയം. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ടു ഇൻക്രീസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഈ ഒരു നയം നടപ്പാക്കിയതിനു ശേഷം അതിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്തിന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 0.7% ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുകയുണ്ടായി. അതിനു മുമ്പ് അത് വളരെ കുറവായിരുന്നു. ഇപ്പോൾ അത് 0.7-0.6% നിൽക്കുകയാണ്. ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിച്ചതിന്റെ പ്രധാന കാരണം ഈ ഒരു നയം നടപ്പാക്കിയതാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്. അതിന്റെ കീഴിലുള്ള SERB എന്ന് പറയും, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ്. ഇതൊക്കെ സ്ഥാപിച്ചത് ഈ ഒരു പോളിസി നടപ്പാക്കിയതിനു ശേഷമാണ്. ഇത് നാലാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ 2013 അതിന് സ്റ്റിപ്പ് 2013 എന്നാണ് പറയുന്നത്, സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി. സോ ഈ ഒരു സമയത്താണ് ശാസ്ത്രം സാങ്കേതിക വിദ്യ അതോടൊപ്പം ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമ്മുടെ ശാസ്ത്ര സാങ്കേതിക നയത്തിൽ ഉൾപ്പെടുത്തിയത് 2013. ആ ഒരു നയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെ, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ, ലോകത്തെ ഒരു 5ാമത്തെ ശാസ്ത്ര ലീഡറാക്കി മാറ്റുക. നമ്മൾ നേടിക്കഴിഞ്ഞു. നമ്മൾ 5ാമത്തെ സയന്റിഫിക് ലീഡർ, ഗ്ലോബൽ സയന്റിഫിക് ലീഡർ, 5th സയന്റിഫിക് ലീഡർ ആക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ലക്ഷ്യം. അതിനുശേഷം ഈ ജനുവരിയിൽ 2021, 2021 ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട്, സ്റ്റിപ്പ് 2021 2021 റിലീസ് ചെയ്തത്. സ്റ്റിപ്പ് 2020 ജനുവരി 21 റിലീസ് ചെയ്ത പുതിയ ഒരു ഡ്രാഫ്റ്റ് സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി ഉണ്ട്. താല്പര്യമുള്ളവരൊക്കെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമ്മൾ ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്ത് ശരിക്കും ശാസ്ത്രം സയൻസ് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും വായിച്ച് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. നല്ലൊരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ രാജ്യത്തുള്ള ഗവേഷകരുടെ എണ്ണം, ഫുൾ ടൈം ഈക്വാലന്റ് റിസർച്ചേഴ്സിന്റെ എണ്ണം 5 വർഷം കൊണ്ട് ഇരട്ടിയാക്കുക. തീർച്ചയായിട്ടും നമ്മളുടെ ശാസ്ത്ര ഗവേഷണ മേഖലയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതിന് ഫണ്ടിങ് കൂടുതൽ കൊടുക്കുക എന്നുള്ള എല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ GERD എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ഓൺ R&D, റിസർച്ച് ആൻഡ് ഗവേഷണ വികസന മേഖലകളിൽ GDP-യുടെ എത്ര ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതിന്റെ വാക്കാണ് GERD. അതേപോലെ സ്വകാര്യ മേഖല, നമ്മുടെ രാജ്യം നോക്കിക്കഴിഞ്ഞാൽ മറ്റു പല രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ, ചൈന മറ്റു തുടങ്ങിയ പല രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഗവേഷണ മേഖലയിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വളരെ കുറവാണ്. അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ വളരെ കുറവാണ് മറ്റ് പ്രധാനപ്പെട്ട ശാസ്ത്ര മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ. അത് തീർച്ചയായിട്ടും മാറേണ്ട ഒരു സമയമാണ്. അപ്പൊ അത് അടുത്ത ഒരു വർഷം കൊണ്ട് ഇതെല്ലാം ഇരട്ടിയാക്കണം എന്ന ലക്ഷ്യമാണ് പുതിയ ശാസ്ത്ര സാങ്കേതിക ഇന്നോവേഷൻ നയം ലക്ഷ്യമിടുന്നത്. രണ്ടാമതായിട്ട് ഇപ്പോൾ നമ്മൾ 5ാം സ്ഥാനത്താണെങ്കിൽ സയന്റിഫിക് സൂപ്പർ പവറിൽ ഇന്ത്യയെ 3ാം സ്ഥാനത്ത് 3 രാജ്യങ്ങൾക്കുള്ളിലാക്കുക എന്ന് പറഞ്ഞാൽ US, ചൈന, ഇന്ത്യ 3 രാജ്യങ്ങൾക്കുള്ളിലുള്ള ഒരു സയന്റിഫിക് സൂപ്പർ പവർ ആക്കി നമ്മുടെ രാജ്യത്തെ മാറ്റുക ഒരു 10 വർഷത്തിനകം എന്നൊരു ലക്ഷ്യം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മൂന്നാമതായിട്ട് ഇതിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ താല്പര്യമുള്ള ഒരു വിഷയമായിരിക്കും. നമ്മളുടെ രാജ്യത്തെ അറിവ് എന്ന് പറയുന്നത് വളരെ വിലയേറിയ ഒരു സംഗതിയാണ്. ഒരു ജേണൽ, ഒരു ശാസ്ത്ര ജേണൽ, നല്ല ശാസ്ത്ര ജേണൽ നമുക്ക് വരുത്തണമെങ്കിൽ അതിന്റെ വാർഷിക വരിസംഖ്യ എന്നൊക്കെ പറയുന്നത് ലക്ഷങ്ങളും ഒക്കെയാണ്. അത് പല സ്ഥാപനങ്ങൾക്കും ഒക്കെ അത് വളരെ ബുദ്ധിമുട്ടുള്ള, നമ്മുടെ ബഡ്ജറ്റിലൊന്നും ഒതുങ്ങാത്ത രീതിയിലുള്ള ഒരു കാര്യമാണെന്ന് എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും അറിയാം. അപ്പൊ അതിന് ഒരു പരിഹാരമായിട്ട് ഒരൊറ്റ സബ്സ്ക്രിപ്ഷൻ, 1 നേഷൻ 1 സബ്സ്ക്രിപ്ഷൻ, ഒരു ജേണലിന് ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്താൽ രാജ്യത്തെ എല്ലാ ഗവേഷകർക്കും, എല്ലാ ഇൻഡിവിജ്വൽസിനും, എല്ലാ സ്ഥാപനത്തിനും ആ ജേണൽസ് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ പുതിയ ശാസ്ത്ര സാങ്കേതിക ഇന്നോവേഷൻ നയം 2020 വിഭാവനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒത്തിരി ധാരാളം കാര്യങ്ങളുണ്ട്. അത് ശാസ്ത്രജ്ഞന്മാരൊക്കെ അത് വായിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. വളരെ ഒത്തിരി നല്ല കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സയൻസ് ടെക്നോളജി ഇന്നോവേഷൻ. എന്താണ് സയൻസ്, എന്താണ് ഇതിന്റെ വ്യത്യാസം? സയൻസും ടെക്നോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കുട്ടികൾക്ക് അറിയാം എങ്കിലും ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മെത്തോഡിക്കൽ വേ ഓഫ് ഗെയിനിങ് നോളജ്
on a particular subject through observation and experiments. Observation, പരീക്ഷണങ്ങൾ നടത്തി ഒരു വിഷയത്തെ പറ്റി, അതിന് പ്രായോഗികത ഉണ്ടാകാം, പ്രായോഗികത ഇല്ലാതാകാം, അതൊരു അടിസ്ഥാന ശാസ്ത്രമാകാം, എന്തെങ്കിലും ഒരു ബേസിക് നോളജ് ജനറേറ്റ് ചെയ്യുന്നതാകാം, എന്തുമാകാം. അങ്ങനെ ഏതിനെ പറ്റിയും ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെന്റിലൂടെയും അറിവ് ഒരു പ്രത്യേക ശാസ്ത്ര മെത്തേഡിൽ അറിവ് സമ്പാദിക്കുന്ന രീതിക്കാണ് ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത്. സോ മെയിൻലി ഇറ്റ് സ്ട്രെസ്സസ് ഓൺ ഡിസ്കവറീസ്. അതേ മറിച്ച് നേരെ മറിച്ച് ടെക്നോളജി എന്ന് പറയുമ്പോൾ ശകലം കൂടെ വ്യത്യാസമുണ്ട്. സയൻസ്, ടെക്നോളജി വരുമ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദ സയന്റിഫിക് നോളജ് ഫോർ വേരിയസ് പർപ്പസ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രായോഗിക ഉപയോഗം ഉള്ള ശാസ്ത്ര കാര്യങ്ങളാണ് നമ്മൾ ടെക്നോളജിയിലൂടെ സാധാരണ വിഭാവനം ചെയ്യുന്നത്. പ്രധാനമായിട്ടും അത് ഇൻവെൻഷൻ, ശാസ്ത്രം, സയൻസ് ഡിസ്കവറി ആയിരിക്കും പല ഡിസ്കവറിയും ഇൻവെൻഷൻ ആകണമെന്നില്ല. പക്ഷേ ടെക്നോളജി ഓൾവേസ് ലീഡ്സ് ടു ഇൻവെൻഷൻസ്. അത് പല ഫിസിക്കൽ മെഷീനറി ആകാം. ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് തൊടാൻ പറ്റുന്ന സാധനമാകണമെന്നില്ല. ഒരു സോഫ്റ്റ്വെയർ ആകാം, ഒരു പ്രൊഡക്ഷന്റെ ഏതെങ്കിലും ഒരു ഉൽപ്പാദനത്തിന്റെ ഒരു വളം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അതിന്റെ ഒരു കെമിസ്ട്രി ആകാം, അല്ലെങ്കിൽ ഒരു കോഡിഫൈഡ് നോളജ് ആകാം, കമ്പ്യൂട്ടർ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ആകാം, എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇപ്പോഴത്തെ പുതിയ മോഡേൺ ശാസ്ത്ര മേഖലകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചില അൽഗോരിതംസ് ആകാം. ഇതെല്ലാം ടെക്നോളജി തന്നെയാണ് തീർച്ചയായിട്ടും. സോ ഇതാണ് പ്രധാനമായിട്ടും സയൻസും ടെക്നോളജിയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ ടെക്നോളജി ലീഡ്സ് ടു ഇൻവെൻഷൻ എന്ന് പറഞ്ഞു. സോ ഇൻവെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇൻവെൻഷൻ ഈസ് എ ക്രിയേഷൻ ഓഫ് സംതിങ് ദാറ്റ് ഈസ് ന്യൂ ആൻഡ് ദാറ്റ് ഡിഡ് നോട്ട് എക്സിസ്റ്റ് ബിഫോർ. അതാണ് ഇൻവെൻഷൻ. ഇന്നോവേഷൻ, ഞാൻ ഇന്നോവേഷനിലേക്ക് വരുന്നതിന് മുമ്പാണ് ഇൻവെൻഷനിലേക്ക് ഞാൻ കുറച്ച് പറയാമെന്ന് വിചാരിച്ചു. ഇൻവെൻഷൻ എന്ന് പറയുന്നത് യു ആർ ക്രിയേറ്റിംഗ് സംതിങ് ദാറ്റ് ഈസ് ന്യൂ ആൻഡ് വിച്ച് ഡിഡ് നോട്ട് എക്സിസ്റ്റ് ബിഫോർ. And that will be definitely new solutions to some existing problems. And it is a result of human creativity, curiosity. There are many successful inventions, we know, that invention. So discovery and invention എന്താണ് അത് നമ്മൾ ശരിക്കും ഞാൻ പറയും സയൻസ് ലീഡ്സ് ടു ഡിസ്കവറി, ടെക്നോളജി ലീഡ്സ് ടു ഇൻവെൻഷൻ എന്ന് പറഞ്ഞു. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ ഡിഫറൻസ് ഉണ്ട് ഡിസ്കവറിയും ഇൻവെൻഷനും. ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ദ ആക്ട് ഓഫ് ഫൈൻഡിങ് ഓർ എക്സ്പ്ലോറിംഗ് സംതിങ് ന്യൂ that has not been found before. അതിനാണ് നമ്മൾ ഡിസ്കവറി എന്ന് പറയുന്നത്. ഇൻവെൻഷൻ എന്ന് പറയുന്നത് ആക്ട് ഓഫ് ക്രിയേഷൻ ഓർ ഡിസൈനിങ് ഓഫ് an object or a service that has not been found before is termed as invention. Discoveries are usually natural occurrence and are usually present until discovered by somebody. ശരിക്കും അത് നാച്ചുറൽ ആയിട്ട് ഉണ്ട്, പക്ഷെ somebody has discovered it. Inventions എന്ന് പറയുന്നത് അതല്ല, it is a man-made or scientific occurrence of objects that exist due to the willpower and creation of human beings. Where a difference from the discovery involves the process of exploration of the world around us. Invention involves the process of experimentation. And discovery we cannot patent, but invention you can patent. Discoveries usually occur by accident, but inventions occur in the process of creation. So ഇങ്ങനെയുള്ള കുറെ ഡിഫറൻസ് ആണ് നമ്മുടെ പഴയ ശാസ്ത്രജ്ഞന്മാർ, പഴയ കാലത്ത് നമ്മൾ പഴയ കാലത്തെ സയൻസും അത് പ്രാക്ടീസ് ചെയ്തവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ പലരും സയൻസ് ആണ് പ്രാക്ടീസ് ചെയ്തത്, ടെക്നോളജി അല്ല നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ അവർ ഡിസ്കവറിയാണ് പലതും അവർ ചെയ്തിട്ടുള്ളത്, ഇൻവെൻഷൻ അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇൻവെൻഷൻ എന്താണെന്ന് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ജനറേഷൻ ഓഫ് ആൻ ഐഡിയ ദാറ്റ് ക്യാൻ റിസോൾവ് എ ടെക്നിക്കൽ പ്രോബ്ലം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, അതിനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ, അങ്ങനെയുള്ള ഒരു ചിന്തത്തിനൊക്കെയാണ് ഇൻവെൻഷൻ എന്ന് പറയുന്നത്. So invention will lead to innovation. Innovation can be considered as an interactive process that has in place the different phases of the product construction. അതിലേക്ക് വരാം. സോ നമ്മൾ വളരെ അടുത്ത കാലത്ത് ഒരു 10 വർഷത്തിന് ഞാൻ പറഞ്ഞു 2013 മുതലാണ് നമ്മുടെ രാജ്യത്ത് പോലും ഇന്നോവേഷൻ എന്ന് പറയുന്ന കാര്യത്തിന് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക നയത്തിലൊക്കെ പ്രാധാന്യം കൊടുക്കുകയും ശാസ്ത്രം സാങ്കേതിക വിദ്യ തൊഴിലിലേക്കും നൈപുണ്യ വികസനത്തിലേക്കും ഉതകുന്ന കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മളുടെ ചിന്താഗതിയും നമ്മളുടെ തിങ്കിങ്ങും മാറ്റിയെടുക്കുന്നത് വളരെ അടുത്ത കാലത്ത് മാത്രമാണ്, ഒരു 10 വർഷത്തിനുള്ളിൽ മാത്രമാണ്. സോ അതൊരു നമ്മുടെ ലോകത്തൊരു പുതിയൊരു സംഭവമാണ്. സോ ഇറ്റ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ആൻ ഓർഗനൈസേഷൻ ഓഫ് എ നോവൽ പ്രോഡക്റ്റ്. ഒരു ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു എന്തെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ പ്രോസസ്സിന് വേണ്ടിയുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ നടത്തുന്ന ഒരു ഡെവലപ്മെന്റ് ആണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. The introduction of new or improved products
or of new or improved process and organizational methods in the design, production, and distribution of goods and services. So ഇതാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞ ഇന്നോവേഷനും സയൻസും ടെക്നോളജിയും ഇന്നോവേഷനും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. ഞാൻ കുറച്ച് മുന്നോട്ട് പോവുകയാണ്. സോ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊരു ചരിത്രത്തിലേക്ക്, ഒരു പഴയ കാല ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സയൻസ്, സയന്റിസ്റ്റ്, റിസർച്ച്, ഈ മൂന്ന് കാര്യം ഒന്നുകൂടെ സംഗ്രഹിക്കുകയാണ്. സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് എന്റർപ്രൈസ് ദാറ്റ് ബിൽഡ്സ് ആൻഡ് ഓർഗനൈസസ് നോളജ് ഇൻ ദ ഫോം ഓഫ് ടെസ്റ്റബിൾ എക്സ്പ്ലനേഷൻസ് ആൻഡ് പ്രഡിക്ഷൻസ് അബൌട്ട് ദ യൂണിവേഴ്സ്. ലോകത്ത് ആദ്യമായി 1833 സയന്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് കോയിൻ ചെയ്തത്. വില്യം വേവൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്ര പ്രാക്ടീസ് ചെയ്ത ഒരു മനുഷ്യനാണ് ആദ്യമായി ഈ ഒരു ടേം കോയിൻ ചെയ്തത്. സയന്റിസ്റ്റ് ഈ സംവൺ, ഒരു ശാസ്ത്രജ്ഞൻ. ആരാണ് ഒരു ശാസ്ത്രജ്ഞൻ? ഹു കണ്ടക്ട് സയന്റിഫിക് റിസർച്ച് ടു അഡ്വാൻസ് നോളജ് ഇൻ ആൻ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പൊ റിസർച്ച് എന്താണ്? റിസർച്ച് നമ്മളൊക്കെ പ്രത്യേകിച്ച് CTCRA ഇതുപോലെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളിലും അതുപോലെ പല കോളേജുകളിലെ ഗവേഷണ വിഭാഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ അവർ നടത്തുന്ന ശാസ്ത്ര പ്രവർത്തനത്തിന് റിസർച്ച്, ഗവേഷണം എന്നാണ് പറയുന്നത്. സോ പഴയ കാലത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൽഫ് മോട്ടിവേറ്റഡ് ക്രിയേറ്റീവ് വർക്ക് അണ്ടർടേക്കൺ ബൈ റിസർച്ചേഴ്സ് ഓൺ എ സിസ്റ്റമാറ്റിക് ബേസിസ്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു സീക്ക് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് ദാറ്റ് അറൈസ് ഇൻ ദെയർ മൈൻഡ്സ്. ഇതായിരുന്നു നമ്മൾ വളരെ പഴയ കാലത്ത് നമ്മുടെ റിസർച്ചിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ റിസർച്ച് പലതും അങ്ങനെയല്ല. നമ്മൾ ഒരു പ്രത്യേകിച്ചൊരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഗവേഷണത്തിൽ, ഞങ്ങളെപ്പോലെ ഗവേഷണത്തിൽ ഇരിക്കുന്നവർക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ക്രിയേറ്റീവ് വർക്ക് ഒന്നും നമുക്ക് ചെയ്യാൻ ചിലപ്പം പറ്റണമെന്നില്ല. നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ലക്ഷ്യമിടുന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് അടുത്ത 5 വർഷം എന്താണോ രാജ്യം ലക്ഷ്യമിടുന്നത് ആ നേട്ടങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടാർഗറ്റ് ഓറിയന്റഡ് കാര്യങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റിസർച്ച് ആണ് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു പഴയകാല റിസർച്ചിന്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. ആൻഡ് നമ്മൾ ഈ ഗവേഷകർ എന്ത് ഗവേഷണം നടത്തിയാലും അത് നമ്മൾ ഒരു ഗവേഷണ ജേണലുകളിൽ പബ്ലിഷ് ചെയ്യണം. അത് അതിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ടു ഷെയർ ന്യൂ ഫൈൻഡിങ്സ്. നമ്മൾ ഇപ്പം ഏതൊരു ഗവേഷകനും ഒരു ഗവേഷണം നടത്താൻ തയ്യാറാകുമ്പോൾ അവരാദ്യം പഠിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ആ മേഖലയിൽ മുൻപ് എന്ത് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു, വേറെ ആരെങ്കിലും ഇതേപോലെ ഇതേ മേഖലയിൽ ഗവേഷണം നടത്തി എന്തെങ്കിലും ഫലങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ പഠനം ഒരു പുതുമയുള്ളതാണ്, മറ്റൊരാൾ ചെയ്യാത്തതാണ്, അതിനൊരു നൂതനത്വമുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് നമ്മളൊരു ഗവേഷണ പദ്ധതി തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ജേണലിൽ ഏതൊരു ഗവേഷകൻ ഏതൊരു ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളാരായാലും നാളെ ഒരു ശാസ്ത്ര മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഗവേഷണ ജേണലുകളിൽ തീർച്ചയായിട്ടും പ്രസിദ്ധീകരിച്ചിരിക്കണം. ഏറ്റവും പഴയ ലോകത്തിലെ, അതിൻ്റെ അകത്ത് ഞാൻ വെറുതെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, ലോകത്തിലെ ആദ്യത്തെ സയൻസ് ജേണൽ എന്ന് പറയുന്നത് 1350 വർഷം മുമ്പ് 1665 തുടങ്ങിയ ഒരു സയന്റിഫിക് ജേണൽ ഉണ്ട്. അതിന്റെ പേര് ഫിലോസഫിക്കൽ ട്രാൻസാക്ഷൻസ് എന്നാണ്. റോയൽ സൊസൈറ്റി, ലണ്ടൻ റോയൽ സൊസൈറ്റി 1665 പുറത്തിറക്കിയ ഫിലോസഫിക്കൽ ട്രാൻസാക്ഷൻസ് ആണ്. ഇതിനാണ് ലോകത്തിലെ ആദ്യത്തെ സയൻസ് ജേണലായിട്ട് കണക്കാക്കുന്നത്. അന്ന് അങ്ങനെ തുടങ്ങി. ഇന്ന് 2014 ഡേറ്റയാണ്, കുറച്ച് പഴയ ഡേറ്റയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. 24,000 ഇന്ന് ചിലപ്പോൾ 30,000 കാണും. 30,000-ഓളം റഫറീഡ് അക്കാഡമിക് ജേർണൽസ് ഇന്ന് ലോകത്ത് നിലവാരമുള്ള റഫറീഡ് അക്കാഡമിക് നിലവാരമുള്ള ജേർണലുകൾ, ശാസ്ത്ര ജേർണലുകൾ 30,000-ലധികം ഉണ്ടെന്നാണ് ഇന്ന് കണക്കുകൾ കാണിക്കുന്നത്. അതേപോലെ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ തീർച്ചയായിട്ടും ശാസ്ത്രം, നമ്മുടെ രാജ്യം ഒത്തിരി പിന്നിലാണ്. ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ശാസ്ത്രജ്ഞരെ, ഇന്ത്യക്കകത്ത് ജോലി ചെയ്യുന്നവരുടെ ഔട്ട്പുട്ടും ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഇന്ത്യക്ക് പുറത്തു പോയി ജോലി ചെയ്യുന്നവരുടെ ഔട്ട്പുട്ടും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വലിയ വ്യത്യാസമുള്ളതായിട്ട് പല ഡേറ്റയും കാണിക്കുന്നുണ്ട്. അതിന് തീർച്ചയായും പല കാരണങ്ങളുണ്ട്. നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ കിട്ടണം, നമുക്ക് അതിനുള്ള ഫണ്ടിങ് കിട്ടണം. മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് ജേണല്, നമ്മുടെ അറിവ് നമുക്ക് മനസ്സിലാക്കുന്നതിനുള്ള ജേണലുകൾ വരുത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള പല പരാധീനതകൾ തീർച്ചയായിട്ടും ഇന്ത്യക്കകത്ത് ഉള്ള ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ അത്രയും ഔട്ട്പുട്ട് കിട്ടാത്ത ഒരു തരത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള കാരണമായിട്ട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ
ഇത് ഒരു ലേറ്റസ്റ്റ് ഡേറ്റയാണ്. ആർട്ടിക്കിൾസ് ഇൻ ഓൾ ഫീൽഡ്സ് നമ്മൾ ജേണലിൽ പബ്ലിഷ് ചെയ്ത 2018 ജേണലിൽ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? ചൈനയാണ്. 5 ലക്ഷത്തിലധികം 5.5 ലക്ഷം പിയർ റിവ്യൂ നല്ല ജേണൽ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുമ്പോൾ US തൊട്ട് പുറകിലുണ്ട് 4,22,000 ആർട്ടിക്കിൾസുമായിട്ട്. നേരെ മറിച്ച് ഇന്ത്യ 3ാം സ്ഥാനത്തുണ്ടെങ്കിലും എണ്ണം വളരെ കുറവാണ്. US-ന്റെ 4-1 ഉള്ളൂ, അല്ലെങ്കിൽ ചൈനയുടെ 5-1 ഉള്ളൂ. 1,35,788 നമ്മുടെ രാജ്യത്ത് 2018 നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പബ്ലിഷ്ഡ്. പക്ഷേ വളരെ സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഓരോ വർഷത്തെ വാർഷിക ഗ്രോത്ത് റേറ്റ് ഇപ്പൊ വളരെ കൂടുതലാണ്. ചൈനയ്ക്ക് പോലും 7.81% ഗ്രോത്ത് റേറ്റ് ഉള്ളപ്പോൾ ഇന്ത്യക്ക് ഇന്ന് 10.73% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്പർ ഓഫ് പബ്ലിക്കേഷൻസിന്റെ കാര്യത്തിലാണ്. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ഒരു 5 വർഷത്തിനകം അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനകം നമ്മളൊരു നല്ലൊരു സയന്റിഫിക് സൂപ്പർ പവർ ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് ഇത്തരം ഡേറ്റകൾ കാണിക്കുന്നത്. അതുപോലെ ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പബ്ലിക്കേഷൻ ഔട്ട്പുട്ട് ഇൻ ദ ടോപ്പ് 10. നമ്മൾ ഈ പബ്ലിക്കേഷൻസിന്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികളാണെങ്കിൽ ഞാൻ എൻ്റെ വിഷയം ഇച്ചിരി ഒരു ശാസ്ത്രജ്ഞന്മാരുടെ ലെവലിലേക്ക് പോകുന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിലും ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ശാസ്ത്രജ്ഞൻ അവൻ ഗവേഷണം നടത്തി അവന്റെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരൊരു ശാസ്ത്ര ജേണലിൽ പബ്ലിഷ് ചെയ്യണം. ശാസ്ത്ര ജേണലിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ വളരെ നിലവാരം കുറഞ്ഞ 3-കിട ജേണൽ മുതൽ, അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ജേണൽ മുതലുള്ള ജേണലുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്സസിബിൾ ആണ്. അത് വേറൊരു വിഷയമാണ്. അതൊന്നും നിങ്ങൾ കുട്ടികളുടെയൊക്കെ ഒരു ലെവലിലേക്ക് വരാത്തോണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ 2,000 രൂപ 4,000 രൂപ കൊടുത്താൽ നമ്മളുടെ നമ്മൾ എന്തയച്ചാലും പബ്ലിഷ് ചെയ്യുന്ന ജേണൽസ്, നാസ് റേറ്റ് 5 വരെയുള്ള ജേണൽസ് നമ്മുടെ രാജ്യത്തുണ്ട്. 4,000 രൂപ കൊടുത്താൽ അത് അടുത്ത മാസം പബ്ലിഷ് ചെയ്ത് കിട്ടും. ആ തരം ഒരു ജേണലിലേക്ക് ആയിരിക്കരുത് തീർച്ചയായും ശാസ്ത്ര ഗവേഷണ ഫലങ്ങൾ നമ്മൾ അയക്കേണ്ടത്. തീർച്ചയായിട്ടും നല്ല ഇമ്പാക്ട് ഫാക്ടർ, ക്ലാരിവേറ്റ് അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഇമ്പാക്ട് ഫാക്ടർ ഉണ്ട്. പഴയ കാലത്ത് തോംസൺ റോയിട്ടർ എന്ന് പറയും. ഇങ്ങനെ ഇമ്പാക്ട് ഫാക്ടർ ഉള്ള ജേണൽ ലക്ഷ്യമാക്കി തന്നെ ആയിരിക്കണം ശാസ്ത്ര ഗവേഷകർ അവരുടെ പബ്ലിക്കേഷൻസ്, അവരുടെ കണ്ടുപിടുത്തങ്ങൾ പബ്ലിഷ് ചെയ്യാൻ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ 2016 നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഏറ്റവും മുകളിലെ ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള 1% പബ്ലിക്കേഷൻ എല്ലാ രാജ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻഡെക്സ് തയ്യാറാക്കിയപ്പോൾ നമ്മുടെ ഇൻഡെക്സ് വളരെ കുറവാണ്, 0.7 ആണ്. 1-ന് മുകളിൽ മാത്രം ഉണ്ടെങ്കിൽ അതിനൊരു നല്ല നിലവാരം എന്ന് പറയാൻ സാധിക്കും. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് നിലവാരമുള്ള നമ്പർ 1,38,000 ഒക്കെ ഉണ്ടെങ്കിലും നിലവാരമുള്ള ഏറ്റവും നല്ല ജേണലുകളിൽ പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ഇൻഡെക്സ് വെച്ച് നോക്കിയാൽ US-ന്റെയും യൂറോപ്യൻ യൂണിയന്റെയും ചൈനയുടെയും ജപ്പാന്റെയും ഒക്കെ വളരെ താഴെയാണ് ഇന്ത്യയുടെ സ്ഥാനം. തീർച്ചയായിട്ടും അപ്പോൾ സയന്റിഫിക് ശാസ്ത്ര ഗവേഷണ പ്രസിദ്ധീകരണങ്ങളുടെ ഗുണനിലവാരത്തിൽ ഇന്ത്യ വളരെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നതായിട്ടാണ് ഇത്തരം ഡേറ്റകൾ കാണിക്കുന്നത്. അടുത്തതായിട്ട് ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എത്രമാത്രം ശാസ്ത്ര ഗവേഷണത്തിൽ ചിലവാക്കുന്നു. മറ്റു പല രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ചെലവാക്കുന്ന GERD, ഇത് കുറച്ച് പഴയ ഡേറ്റ ആണ്. GERD നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വളരെ കുറവാണ്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി 0.7% നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ 0.7% മാത്രമാണ് ഇന്ത്യയിൽ ശാസ്ത്ര ഗവേഷണത്തിനായിട്ട് നീക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റിൽ. തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ വളരെ മുന്നോട്ട് പോകണം. ഒരു 2% നമ്മളുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 2% ശാസ്ത്ര ഗവേഷണ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ബഡ്ജറ്റിൽ വകയിരുത്തേണ്ട കാലം എന്നേ അതിക്രമിച്ചിരിക്കുന്നതായിട്ടാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. പല പബ്ലിക്കേഷൻസിലും അങ്ങനെ പറയുന്നുമുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഒരു ജനറൽ ഇൻഫർമേഷനെ കൊടുത്തതേ ഉള്ളൂ. നമ്മൾ സാധാരണ പറയാറുണ്ട് ഇന്ത്യ ഇന്ന് ലോകത്തെ 5ാമത്തെ സൂപ്പർ പവറാണ്, നമുക്കറിയാം. അതിന്റെ GDP എന്ന് പറയും, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപാദനം. ആ ഒരു മൊത്തം ആഭ്യന്തര ഉൽപാദനം, ഒരാളുടെ മൊത്തം സമ്പത്ത് എത്ര, ഒരു മനുഷ്യന്റെ സമ്പത്ത് എന്ന് പറയുന്ന പോലെ ഒരു രാജ്യത്തിന്റെ മൊത്തം സമ്പത്ത് വെച്ചുകൊണ്ടുള്ള ഒരു കണക്കാണത്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1-ാം സ്ഥാനത്ത് അമേരിക്കയാണ്, 2-ാം സ്ഥാനത്ത് ചൈനയാണ്, 3-ാം സ്ഥാനത്ത് വളരെ ചെറിയ രാജ്യമായ ജപ്പാനാണ്, 4-ാം സ്ഥാനത്ത് ജർമ്മനിയാണ്, 5-ാം സ്ഥാനത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. നേരത്തെ 6-ാം സ്ഥാനത്തായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. ഇന്നിപ്പോൾ ഇന്ത്യ 5-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. എത്രയാണ് നമ്മുടെ GDP? നമ്മുടെ GDP എന്ന് പറയുന്നത് 2.88 ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ട്രില്യൺ ആണ്. ട്രില്യൺ US ഡോളറിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ ലക്ഷം കോടി.
$2.88 ലക്ഷം കോടി ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത്. നേരെ മറിച്ച് US-ന്റെ GDP നമ്മുടെ അതിന്റെ 10 ഇരട്ടിയുണ്ട്, 21.43 ലക്ഷം കോടിയുണ്ട്. അധികം താമസിയാതെ തന്നെ ചൈന 15 ലക്ഷം കോടി GDP ഉള്ള ചൈന അധികം താമസിയാതെ തന്നെ ചിലപ്പോൾ US-നേക്കാളും സമ്പത്തുള്ള ഒരു രാജ്യമായി മാറി ഒരു 1-ാം സ്ഥാനത്ത് എത്തുന്നത് വളരെ 5-10 വർഷത്തിനകം ചൈന എത്തുമെന്നാണ് തീർച്ചയായിട്ടും പല പഠനങ്ങളും കാണിക്കുന്നത്. അപ്പൊ അതിനെല്ലാം ലീഡ് ചെയ്യുന്ന ഒരു പ്രധാന സംഗതി അവരുടെയൊക്കെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അവര് ചെലവാക്കുന്ന പെർസെൻറ്റേജ് ഷെയറും അവരുടെ പബ്ലിക്കേഷന്റെ ക്വാളിറ്റിയും അവരുടെ ലബോറട്ടറിയുടെ ഗുണനിലവാരവും ഒക്കെ അതിനെപ്പറ്റി ധാരാളം ഡേറ്റകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അവരുടെ ഈ രാജ്യമൊക്കെ ഇന്ത്യയേക്കാൾ വളരെ ഉയർന്ന നിലവാരത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ സ്പെൻഡിങ് ബഡ്ജറ്റിൽ ചെലവാക്കേണ്ട തുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെലവാക്കേണ്ട തുക ഇന്നുള്ള ഇത് 8.8 എന്ന് പറയുന്നത് കുറച്ച് പഴയതാണ്, ഇപ്പം 0.7 ആണ്. USA-ൽ 2.8 ചെലവാക്കുന്നുണ്ട്, ജപ്പാനിൽ 3.47, വളരെ ചെറിയ രാജ്യം സൗത്ത് കൊറിയയിൽ 4.5% GDP-യുടെ ചെലവാക്കുന്നത് R&Dക്ക്. പക്ഷെ ഇന്ത്യ എത്രയാണ്? 0.8% ആണ്. തീർച്ചയായിട്ടും നമ്മൾ ബഡ്ജറ്റിൽ ഇതിന് ചെലവാക്കേണ്ട തുകയുടെ ഒരു ഇൻക്രീസ് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇതിലേക്ക് പോകുന്നില്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആദ്യത്തത് നമ്മൾ ചൈന നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്പെൻഡിംഗ് എന്ന് പറയുന്നത് 20% താഴെയാണ്. ഇന്ത്യ ഒഴിച്ച് ഏത് രാജ്യം നോക്കിയില്ല ചുവന്ന കളർ കാണിച്ചതാണ് ഏറ്റവും താഴത്തെ ബാറ്. ഇന്ത്യ ഒഴിച്ച് പ്രധാനപ്പെട്ട സൂപ്പർ പവറുകളെല്ലാം, ശാസ്ത്ര മേഖലയിലെ സൂപ്പർ പവറുകളെല്ലാം ഗവൺമെന്റ് സർക്കാർ ചെലവാക്കുന്ന ഗവേഷണത്തിന്റെ തുക എന്ന് പറയുന്നത് 20% താഴെയാണ്. നേരെ മറിച്ച് നമ്മുടെ രാജ്യത്ത് സർക്കാർ മേഖലയിലാണ് ഇന്നും 50%-ലധികവും ഗവേഷണത്തിന്റെ തുക ചെലവാക്കുന്നത്. പ്രൈവറ്റ് മേഖലകളിൽ തുക സ്പെൻഡ് ചെയ്യുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇതൊരു പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്ത് ആവശ്യമായ ഒരു മാറ്റമാണ്. അതായത് ഇന്നോവേഷൻ ലെഡ് റിസർച്ച് ആണ് നമ്മുടെ രാജ്യം മുന്നോട്ട് ലക്ഷ്യമാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം പ്രൈവറ്റ് കമ്പനീസ് റിസർച്ച് ലാബിലേക്ക് വരികയും റിസർച്ച് ലാബോറട്ടറികളുമായി കൊളാബറേഷൻ ഉണ്ടാക്കുകയും അങ്ങനെയുള്ള റിസർച്ച് സ്പെൻഡിങ് ബൈ ദ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് വിൽ ഇൻക്രീസ്. അപ്പൊ അത് ഉണ്ടാകത്തിടത്തോളം കാലം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ റിസർച്ച് കുറച്ചുകൂടി നമ്മൾ ഒരു നൈപുണ്യ വികസനം അല്ലെങ്കിൽ ഒരു സ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻ ഓറിയന്റഡ് മേഖലയിലേക്ക് മാറ്റേണ്ടതിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ഇത്തരം ഡേറ്റ നമുക്ക് പ്രധാനമായിട്ട് കാണിക്കുന്നത്. ഇനി അടുത്ത 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന് സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഇൻ എഡ്യൂക്കേഷൻ ആണ്. നിങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ഈ ഒരു ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം, ഞാൻ പഠിച്ച കാലത്തെ ഒരു വിദ്യാഭ്യാസമല്ല ഇന്ന്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ലെഡ് ആണ്. അതാണ് നയിക്കുന്നത്. നമ്മുടെ കൊച്ചു കുട്ടികളെ കണ്ടാൽ തന്നെ ഇന്ന് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വർഷത്തെ കൊറോണയ്ക്ക് ശേഷം നമ്മളുടെ ടെക്നോളജി വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റം വളരെ വലുതാണ്. നമുക്കറിയാം, മിക്കവാറും കഴിഞ്ഞ ഒരു വർഷം കുട്ടികളെല്ലാം തന്നെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു. വളരെ കൊച്ചു കുട്ടികൾ മുതൽ കോളേജ് തലത്തിലുള്ള ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD തലത്തിലുള്ള കുട്ടികൾ വരെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു സൂം മീറ്റിംഗ് പോലും കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് പോലും അപരിചിതമായിരുന്നു. ഇങ്ങനെ ഒരു സൂം മീറ്റിംഗിൽ ഒരു ടോക്ക് നടത്തുന്നത് എങ്ങനെയെന്നോ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിന്റെ ഒരു പ്രായോഗികതയും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നെങ്കിലും ആരും ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് സംസാരിക്കുന്നു. അതിന് നയിച്ചതും തീർച്ചയായിട്ടും ഒരു ടെക്നോളജിയാണ്. നമുക്കൊരു ദുരന്തം ഉണ്ടായപ്പോൾ മനുഷ്യരെ അതിൽ നിന്നും കരകയറ്റി അതിൽ നിന്നെല്ലാം മുന്നോട്ട് പോകാനും യാതൊരു വ്യത്യാസവും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മളുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനും, വിദ്യാഭ്യാസമായാലും മെഡിക്കൽ മേഖലയായാലും ശാസ്ത്ര ഗവേഷണങ്ങളായാലും അധ്യാപനമായാലും ഇങ്ങനെയുള്ള ഏത് മേഖലയും അതേപടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മെ സഹായിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നും ഈ വിദ്യാഭ്യാസ മേഖലയും മറ്റെല്ലാ മേഖലയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അപ്പം എഡ്യൂക്കേഷൻ നമുക്കറിയാം, ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയത്തില്ല. ഈ റേഡിയോ, എന്റെ വളരെ ചെറുപ്പകാലത്ത് എൻ്റെ ഒരു മേശപ്പുറത്തൊരു വലിയ TV പെട്ടി പോലെ ഇരിക്കുന്ന ഒരു സാധനമായിരുന്നു ഒരു റേഡിയോ. ആദ്യമായിട്ട് എൻ്റെ നാട്ടിലെ റേഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലായിരുന്നു. ചുറ്റും ആൾക്കാരൊക്കെ വന്നിരുന്ന് വാർത്ത കേൾക്കാൻ വരുന്ന ഒരു സംഭവം. അതിൽ നിന്നൊക്കെ ഇത് മാറി നമ്മൾ എത്രയോ വ്യത്യാസങ്ങൾ വന്നു. നമ്മുടെ മൊബൈലിൽ റേഡിയോ ഉണ്ട്. ഇപ്പുറത്തൊരു ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയും. പണ്ടൊക്കെ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡിസ്കാണ്. ഇന്നത് പെൻഡ്രൈവും USB ഒക്കെ മാറി അതിലൊക്കെ ചെറിയ ഡിവൈസായി മാറി. ഈ ഒരു താഴെ കാണുന്ന ഒരു വീഡിയോ കാസറ്റ് പ്ലെയർ എന്ന് പറയുന്ന പ്ലെയറിലായിരുന്നു പഴയ കാലത്ത് നമ്മളെല്ലാം വീഡിയോ സ്റ്റോർ ചെയ്തിരുന്നത്.
ഇതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് കണ്ടിട്ട് പോലും കാണുകയില്ല. ഈ തരം മൊബൈൽ ഫോൺ പോലും ആർക്കും നമുക്കറിയില്ല. ഇത്തരം ക്യാമറ ഫിലിം ഇട്ട് ആയിരുന്നു പഴയ കാലത്ത് നമ്മൾ ക്യാമറ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ഫിലിം ഇല്ലാതായി. ഫിലിം ഇല്ലാതെ എങ്ങനെ ക്യാമറ ഓടും എന്നുള്ളതൊക്കെ നമുക്ക് ആ സമയത്ത് നമ്മൾ ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം ടെക്നോളജി മാറി. പക്ഷേ ഇതെല്ലാം കാലത്തിനനുസരിച്ച് ടെക്നോളജി വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് ഞാൻ ഈ കുറെ ചിത്രത്തിലൂടെ നിങ്ങളെ കാണിച്ചത്. നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജി എന്ന് പറയുന്നത് കുട്ടികളെ ഇന്ന് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലയിലും അവരെ വളരെ സ്വാധീനിക്കുകയും അവരതിൽ ഇമ്മേഴ്സ് ചെയ്ത് ലേണിംഗ് എക്സ്പീരിയൻസ് നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ വിവിധതരം ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ടെക്നോളജി നല്ല ഒരു ഗുഡ് ലേണിങ്ങിന് തീർച്ചയായിട്ടും എഡ്യൂക്കേഷണൽ ടെക്നോളജി വേണം. പക്ഷെ ടെക്നോളജി നമ്മുടെ കുട്ടികൾക്ക് എത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന്റെ ഒത്തന്റിസിറ്റി, അത് കുട്ടികൾക്ക് ആസ്വദിച്ച് എൻജോയബിൾ ആയിട്ട് അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്ത് അവർ എൻഗേജ് ചെയ്താണോ അതിൽ അവർ അതിൽ ഇടപെടുന്നത്. ഓരോ കുട്ടിയുടെയും പൊട്ടൻഷ്യൽ, അവന്റെ കഴിവുകൾ മാക്സിമം ഉപയോഗിച്ച് വികസിപ്പിക്കുന്നതിന് ടെക്നോളജി സഹായിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയ ടെക്നോളജി കുട്ടികളിലേക്ക് വിദ്യാഭ്യാസത്തിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ള പ്രധാനപ്പെട്ട സംഗതികളാണ്. ഇനി ചില കാര്യങ്ങൾ, ഒരു 5-8 കാര്യങ്ങൾ നമ്മൾ എഡ്യൂക്കേഷണൽ ടെക്നോളജി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ടെക്നോളജി ഒരു ക്ലാസ് റൂമിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ ചോയ്സ്, ഇറ്റ് ഈസ് നോട്ട് എ നെസസിറ്റി. പ്രത്യേകിച്ച് കൊറോണ പോലെയുള്ള സമയത്ത് അതൊരു നെസസിറ്റി ആണെങ്കിലും ഒരു സാധാരണ കേസിൽ അതൊരു ചോയ്സ് ആണ്, അതൊരു നെസസിറ്റി ആയിട്ട് നമ്മൾ കാണരുത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ ടൂൾസ്, ഇറ്റ് ഈസ് നോട്ട് ദ ഓൺലി ടൂൾ, അങ്ങനെ ഒരിക്കലും കാണാൻ പാടില്ല. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ ടൂൾസ് ദാറ്റ് യങ് ചിൽഡ്രൻ ക്യാൻ യൂസ് ടു ക്യാരി ഔട്ട് ദെയർ പ്ലേ ഐഡിയാസ്, acquire knowledge, skills and solve problems. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെക്നോളജി ഷുഡ് ബി യൂസ്ഡ് ഇൻ മോഡറേഷൻ. അത് വളരെ ഒരു സംഗതിയാണ്. കാരണം പല കുട്ടികളിലും ബിഹേവിയറൽ ചേഞ്ചസും മറ്റു പല ചേഞ്ചസും നമ്മൾ പലയിടത്തും പല വീട്ടുകാരും പല മാതാപിതാക്കളും ഒക്കെ ഇന്നല്ല പല സമയത്തും പറയുകയും വിഷമിക്കുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് തന്നെ അറിയാം. സോ ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻ മോഡറേഷൻ ടു സപ്ലിമെന്റ്, നോട്ട് റീപ്ലേസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Hands-on learning with real materials that provide a full range of physical, sensory, intellectual and social experiences. Technology should be interactive. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഇന്ററാക്റ്റീവ് ആയിരിക്കണം, ഓപ്പൺ എൻഡഡ് ആയിരിക്കണം, and it should promote discovery learning, not emphasize drill and practice. And technology should serve as a catalyst for social interaction. ലേറ്റസ്റ്റ് പുതിയ ടെക്നോളജി വന്നതിന് ശേഷം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത്, അവര് എപ്പോഴും ഈ ഒരു തരം മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ടൈപ്പ് ഓഫ് ടൂൾസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻ കുറഞ്ഞു വരുന്നു. നമ്മുടെ മുൻ തലമുറയും നമ്മുടെ ആധുനിക തലമുറയും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് പ്രധാനമായിട്ട് കാണുന്നത് സോഷ്യൽ ഇന്ററാക്ഷൻ. ഒരു മൊബൈലിൽ ലോകത്ത് മൊത്തമുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ നോക്കിയിരുന്നാൽ നമുക്ക് അവൈലബിൾ ആകുമ്പോൾ, ആക്സസിബിൾ ആകുമ്പോൾ നമ്മൾ സാമൂഹിക ഇന്ററാക്ഷൻ വളരെ കുറയുന്നു. ഇപ്പൊ മനുഷ്യൻ തീർച്ചയായിട്ടും ഒരു സാമൂഹിക ജീവി ആയതുകൊണ്ട് അങ്ങനെ ഒരു സാമൂഹിക ഇന്ററാക്ഷൻ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവന്റെ വ്യക്തിത്വത്തെയും അവന്റെ പേഴ്സണാലിറ്റിയെയും വളരെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതിനാൽ നമ്മൾ തീർച്ചയായിട്ടും ടെക്നോളജി കുട്ടികളിൽ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നതിനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ പേരൻസിന്റെ അധ്യാപകരുടെയും ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകണം. Adults should act as partners when children choose to use technology, just as they partner and interact with the children during other types of play. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് അവസാനമായിട്ട് പറയാനുള്ളത്, ചൂസ് ഹാർഡ്വെയർ ആൻഡ് ആപ്സ് ദാറ്റ് ആർ സേഫ് ആൻഡ് സ്റ്റഡി ഇനഫ് ഫോർ സ്റ്റുഡൻസ് ടു യൂസ് ഇൻഡിപെൻഡന്റ്ലി. സോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ടെക്നോളജിയിലെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. പ്രത്യേകിച്ച് നമ്മളുടെ കൊറോണ എന്ന് പറയുന്ന COVID-19 പാൻഡമിക്കിന് ശേഷം നമ്മുടെ ലോകം മുഴുവൻ നേരിട്ട ഒരു ബുദ്ധിമുട്ടിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിനും ഒക്കെ കുറെ സഹായിക്കുന്നതിന് തീർച്ചയായിട്ടും ഇത്തരം ടെക്നോളജികൾ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അതില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു ചിന്തിക്കുമ്പോഴേ അതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് കുറച്ച് ഇന്നോവേഷനെ പറ്റി ഞാൻ കുറച്ചുകൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യം ഏത് നിലയിൽ നിൽക്കുന്നു ഇന്നോവേഷന്റെ മേഖലയിൽ? അതിനൊരു ഇൻഡെക്സ് ഉണ്ട്, ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്.
ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്. ഇന്നോവേഷന് ഓരോ രാജ്യവും ഏത് തലത്തിൽ നിൽക്കുന്നു. 131 രാജ്യങ്ങളിൽ നടത്തിയ പഠനത്തിൽ ഇന്ത്യ 48ാം സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പ്രായോഗിക ആവശ്യത്തിന് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള അത്ര പുതിയ പുതിയ സാങ്കേതിക നീഡ് ബേസ്ഡ് ടെക്നോളജീസ് വരുന്നതായിട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനെ തന്നെ പല ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിനകത്ത് പല ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നോളജ് ആൻഡ് ടെക്നോളജി ഇൻപുട്ട്, അങ്ങനെ പല ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്ത്യ 27 രാജ്യങ്ങൾക്കുള്ളിലാണ്. നോളജിലും ടെക്നോളജി ഔട്ട്പുട്ടിന്റെയും കാര്യത്തിൽ നമ്മുടെ രാജ്യം 131 കൺട്രിയിൽ 27-നകത്താണ്. അത് വലിയൊരു നേട്ടമാണ്. അതുപോലെ മാർക്കറ്റ് സൊഫിസ്റ്റിക്കേഷൻ, ആ ഒരു കാര്യത്തിലും നമ്മുടെ രാജ്യം 31-നകത്താണ്. അപ്പൊ പല ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ഇന്നോവേഷൻ മേഖലയിൽ പല രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യ വളരെയേറെ നല്ല സ്പീഡിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഡേറ്റകൾ പലതും കാണിക്കുന്നത്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശാസ്ത്ര മേഖലയിൽ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം, ഒരു വാക്കാണ് പേറ്റന്റ്. നേരത്തെ ഞാൻ പറയുകയുണ്ടായി, ശാസ്ത്ര മേഖലയിൽ ഗവേഷണ ജേണലുകൾ എത്ര ജേണൽ പബ്ലിഷ് ചെയ്യുന്നു, എത്ര പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുന്നു, നിലവാരമുള്ള പേപ്പറുകൾ എത്ര പബ്ലിഷ് ചെയ്യുന്നു, അതിന്റെ ഇൻഡെക്സുകൾ, ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുണ്ടായി. അതേപോലെ തന്നെ അതിലും ഇന്നോവേഷൻ എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ പബ്ലിക്കേഷനേക്കാളും കുറച്ചുകൂടെ പ്രാധാന്യം വരുന്നത് പേറ്റൻസിനാണ്. പേറ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പുതിയ ഒരു കണ്ടുപിടുത്തം, ഒരു ടെക്നോളജി ആകാം, എന്തെങ്കിലും ഒരു പ്രോസസ് ആകാം, ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്നതിന്റെ ഒരു ഫോർമുലയാകാം. ഇങ്ങനെ ഏതൊരു കാര്യവും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ പ്രൊട്ടക്ട് ചെയ്യാം. അത് എൻ്റെതായിട്ട് എനിക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാം. അതിന് ചില നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ ചില നടപടികളുണ്ട്. അതിനാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പേറ്റന്റ് ആപ്ലിക്കേഷൻസ് നമ്മുടെ രാജ്യത്തും ഫയൽ ചെയ്ത പേറ്റന്റ് ആപ്ലിക്കേഷൻസിനെ പറ്റിയുള്ള 1990 മുതൽ 90-ലൊക്കെ വളരെ കുറവായിരുന്നു. 2019 നോക്കിയാൽ വളരെ അധികമാണ്. ടോട്ടലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പേറ്റന്റ് ആപ്ലിക്കേഷൻ 60,000 ഒക്കെ ഉണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന, ഞാൻ ഉദ്ദേശിച്ച ഒരു സംഗതി എന്ന് പറയുന്നത് റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ്. ഇന്ത്യയില് ഫയൽ ചെയ്ത പേറ്റന്റ് ആപ്ലിക്കേഷൻസിന്റെ മൊത്തം സംഖ്യ ഏകദേശം 50-55,000 വരും നമ്മുടെ രാജ്യത്ത് 2019 എങ്കിൽ ഇന്ത്യക്ക് അകത്ത് ഉള്ള ഇന്ത്യക്കാര് ഫയൽ ചെയ്ത പേറ്റന്റിന്റെ എണ്ണം ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്കാര് ഫയൽ ചെയ്ത പേറ്റന്റിന്റെ എണ്ണത്തിനേക്കാളും വളരെ കുറവാണ്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് പേറ്റന്റ്സ് ഫയൽഡ് ഇൻ ഇന്ത്യ ഹാസ് റൈസൺ സ്റ്റീപ്ലി സിൻസ് 1999, മെയിൻലി ഓൺ അക്കൗണ്ട് ഓഫ് ഇൻക്രീസ് ഇൻ the patent applications filed by non-residents. While patent applications filed by residents have increased steadily since 1999, they have risen at a much lower rate. So ഇന്ത്യക്ക് അകത്തുള്ള പേറ്റന്റ് ആപ്ലിക്കേഷന്റെ റേറ്റ് ഓഫ് ഗ്രോത്ത് പുറത്തുള്ളതിനേക്കാളും വളരെ കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇത് പേറ്റന്റ് പല രാജ്യങ്ങളുടെ പേറ്റന്റ് ആപ്ലിക്കേഷൻസ് ഫയൽഡ് ആണ്. റെസിഡൻസ്, നോൺ റെസിഡൻസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ USA കേസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ USA, India, Brazil, Canada, other top 10 economies, they have a higher share of patent applications by residents than non-residents. മറ്റു പല രാജ്യങ്ങൾ, ഇന്ത്യ അല്ലാത്ത മറ്റു പല രാജ്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ റെസിഡൻസിന്റെ പേറ്റന്റ് ആപ്ലിക്കേഷൻസിന്റെ പെർസെൻറ്റേജും അല്ലെങ്കിൽ വളരെ ഉയർന്നതാണ് നോൺ റെസിഡൻസിനേക്കാൾ. ഇന്ത്യയിൽ നേരെ മറിച്ചാണ് 36 ഉള്ളൂ. മറ്റു പല രാജ്യങ്ങളിലും അത് വളരെ കൂടുതലാണ്. സോ ഇംപ്രൂവിംഗ് ദ റെസിഡന്റ് ഷെയർ ഇൻ patents should be a matter of priority. തീർച്ചയായിട്ടും നമ്മൾ പുതിയ എന്താണ് പറയുന്നത്, പ്രായോഗികമായ ശാസ്ത്ര ഗവേഷണ രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് എന്താണ്, ഇന്ത്യക്കകത്തുള്ള ഇന്ത്യക്കാരുടെ പേറ്റന്റ് ആപ്ലിക്കേഷൻസിന്റെ ഈ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ നമ്പർ നമ്മൾ വളരെ കൂട്ടുന്ന രീതിയിലേക്ക് നമ്മളുടെ ശാസ്ത്ര ഗവേഷണത്തെ നമ്മളൊന്ന് തിരിച്ചുവിടേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നതായിട്ടാണ് പല ഡേറ്റയും കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു കംഫർട്ട് സോണിലാണ് കൂടുതൽ ശാസ്ത്ര ഗവേഷകരും നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ, അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ, നമ്മുടെ രാജ്യത്തിന് ചില നയങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ പോലും കൂടുതൽ ശാസ്ത്രജ്ഞന്മാർ ആ ഒരു കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു ടാർഗറ്റ് ഓറിയന്റഡ് റിസൾട്ട്, അതുപോലെ ഇന്നോവേഷൻ ഓറിയന്റഡ് നമ്മുടെ പേറ്റൻസ് ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ എണ്ണം കുറയുന്നതിന് ഒരു കാരണം ഇത് തന്നെയാണ്. ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് നിർത്താം. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അധികമായിട്ട് അതിൽ പറയാനില്ല. ഒന്നാമതായിട്ട്
മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഒരു 7.7, 1% പോലും ഇല്ല, 0.7% മാത്രമാണ് ഇന്ന് നമ്മൾ R&Dക്ക് ഉപയോഗിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു 2% എങ്കിലും നമ്മുടെ രാജ്യത്തെ ബഡ്ജറ്റിൽ അടുത്ത കുറെ വർഷങ്ങൾ കൊണ്ട് എത്തിച്ചെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ഒരു ഇന്നോവേഷൻ ലെഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഒരു ഡെവലപ്മെന്റിലേക്ക് നമ്മൾ പോകത്തുള്ളൂ. തീർച്ചയായിട്ടും അത് എങ്കിൽ മാത്രമേ ഇന്ത്യ ലക്ഷ്യമിടുന്ന ലോകത്തെ 3 സയന്റിഫിക് സൂപ്പർ പവറുകളിൽ ഒന്നായിട്ട് നമ്മുടെ രാജ്യത്തെ മാറ്റണമെങ്കിൽ നമ്മൾ ഈ ഒരു സംഗതിക്ക് പ്രാധാന്യം കൊടുത്ത് തീർച്ചയായിട്ടും നമ്മുടെ ബഡ്ജറ്ററി പ്രൊവിഷൻസ് കൂട്ടേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അകത്ത് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് കോൺട്രിബ്യൂഷൻ. അത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഗ്രോസ് ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ഓൺ R&D ബിസിനസ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റ് സെക്ടറാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വലിയൊരു ഷെയർ ഇന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പ്രൈവറ്റ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ കുറവാണ്. അത് തിരിച്ചു വരണം. മറ്റെല്ലാ സയന്റിഫിക്കലി സൂപ്പർ പവർ കൺട്രീസിലെല്ലാം അത് തിരിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്ക് നമ്മളുടെ ഗവേഷണ പ്രോജക്റ്റുകളെ നമ്മൾ മാറ്റിയെടുത്തെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡസ്ട്രീസ് നമുക്ക് ഫണ്ടിങ് അല്ലെങ്കിൽ ഗവേഷണ മേഖലയിൽ ഫണ്ടിങ് തരും. അപ്പൊ 37% എന്നുള്ള ഇന്നത്തെ ആ ഒരു ശതമാനം തീർച്ചയായിട്ടും ഒരു 60-70% മാറ്റിയെങ്കിൽ മാത്രമേ നമ്മളൊരു ടോപ്പ് 10 ഇക്കോണമിയുടെ ആ ലെവലിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇന്ത്യ ഹാസ് ഹാഡ് എ ജനറസ് ടാക്സ് ഇൻസെന്റീവ് സ്ട്രക്ചർ ടു ബൂസ്റ്റ് R&D ഇൻ ദ കൺട്രി ആസ് കമ്പയർഡ് ടു സെവറൽ ടോപ്പ് 10 ഇക്കോണമീസ്. ഓക്കെ, ഇതിൻ്റെ ഞാൻ വിടുന്നു. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഒരു സമ്മറിയാണ്. റെസിഡന്റ്, നമ്മുടെ രാജ്യത്തിനകത്ത് ജോലി ചെയ്യുന്ന ഗവേഷകരുടെ പേറ്റന്റ് ആപ്ലിക്കേഷൻസിന്റെ നമ്പർ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ശതമാനം ഇന്നുള്ളതിൽ നിന്നും വളരെയധികം ഉയരുന്ന നിലയിലേക്ക് നമ്മുടെ ഗവേഷണ രീതികളെ നമ്മൾ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമ്മളൊരു ഇന്നോവേഷൻ ലെഡ് ടെക്നോളജിയിലേക്ക് പോവുകയുള്ളൂ. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് ഞാൻ ഒരു ലാസ്റ്റിലായിട്ട് പറയുന്നത് സ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു ടോക്ക് ഞാൻ അവസാനിപ്പിക്കേണ്ട 2 മിനിറ്റിനകം. നമുക്കെല്ലാം അറിയാം നമ്മുടെ രാജ്യം ഈ പറഞ്ഞ ഇന്നോവേഷൻ, അതിൽ നിന്നും സ്കില്ല്, വർക്കും തൊഴിലും നൈപുണ്യ വികസനവുമാണ് നമ്മുടെ രാജ്യം അടുത്ത കുറെ വർഷങ്ങളിലേക്ക് ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന്റെ പേര് സ്കിൽ ഇന്ത്യ എന്നാണ്. ഒരു ഡേറ്റ കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തെ 2.3% ഇന്ത്യയിലെ മൊത്തം നമുക്ക് തൊഴിൽ ഒരു ശക്തിയുണ്ട്, തൊഴിൽ വർക്ക് ഫോഴ്സ് ഉണ്ട്. ആ വർക്ക് ഫോഴ്സ് ഉണ്ടെങ്കിലും നല്ല സ്കിൽ, നൈപുണ്യത്തിൽ നല്ല പരിശീലനം ഒക്കെ നേടിയവരെന്ന് പറയുന്നത് വെറും 3% പോലും ഇല്ല. 2.3% ഉള്ളൂ. നേരെ മറിച്ച് UK 68% ഈ വർക്ക് ഫോഴ്സും അവരുടെ മേഖലയിൽ, തയ്യലെങ്കിൽ തയ്യൽ, പ്ലംബറെങ്കിൽ പ്ലംബർ, ഏത് മേഖലയായാലും അവരുടെ മേഖലയിൽ നല്ല നൈപുണ്യ ട്രെയിനിങ്ങുകൾ നേടിയവരാണ് 68% ആൾക്കാർ. ജർമ്മനിയിൽ 75%, USA-യിൽ 52%, നമ്മുടെ രാജ്യത്ത് വെറും 2.3%. സോ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ തൊഴിൽ മേഖലയിൽ നൈപുണ്യം അവരുടെ വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഗവൺമെന്റും സ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായ ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അതിനൊരു ഒരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്താൽ സ്കിൽ ഇന്ത്യ പോർട്ടൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിൽ പലതരം സ്കിൽസ് ഉണ്ട്. അഗ്രികൾച്ചറിനായിട്ട് ഒരു കൗൺസിലുണ്ട്. പല കൗൺസിലായിട്ട് സെക്ടർ കൗൺസിൽ എന്ന് പറയും അതിനെ രൂപീകരിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയ്ക്ക് ഹോസ്പിറ്റാലിറ്റി സ്കിൽ കൗൺസിൽ, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ് സ്കിൽ കൗൺസിൽ, ഹെൽത്ത് കെയർ സെക്ടർ സ്കിൽ കൗൺസിൽ, ലോജിസ്റ്റിക്സ് സ്കിൽ കൗൺസിൽ, അതുപോലെ ആസ്കി അഗ്രികൾച്ചർ സ്കിൽ കൗൺസിൽ. അപ്പൊ ഓരോ മേഖലയിലും അതിനകത്ത് തന്നെ പല പല സബ് യൂണിറ്റുകളാക്കി, അതുപോലെ തന്നെ ജംസ്, നമ്മുടെ സ്റ്റോൺസ്, ഓട്ടോമൊബൈൽ സ്കില്ല്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ടും പരിശീലനം കൊടുക്കുന്നതിനായിട്ടും ട്രെയിനിങ് കൊടുക്കുന്നതിനുമായിട്ടും ഒരു സ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു പ്രോഗ്രാം നമ്മുടെ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ വർഷം, ഒരു 10 വർഷത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പുതിയ സ്റ്റാർട്ടപ്സ് നമ്മുടെ രാജ്യത്ത് ഒന്നായിട്ട് നമുക്ക് കാണാം. സ്റ്റാർട്ടപ്പ് ഇതൊരു പുതിയ വാക്കാണ്, സ്റ്റാർട്ടപ്പ്. സോ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കമ്പനി തന്നെയാണ്. എ കമ്പനി ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഓപ്പറേഷൻ. ഒരാൾക്കോ 1-2 പേർക്കോ അതോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കോ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
ആദ്യമായിട്ട് അവർ തന്നെ പൈസ സ്പെൻഡ് ചെയ്ത് അതിനെ ഒരു ചെറിയ ലെവലിൽ ഒരു കമ്പനിയായിട്ട് തുടങ്ങിയതിന് ശേഷം അത് നല്ല നിലയിൽ അതിന്റെ ഔട്ട്പുട്ട് കാണുന്നു എങ്കിൽ നമുക്ക് ഗവൺമെന്റ് ഫണ്ട് ചെയ്യാൻ ധാരാളം ഏജൻസികളുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ കുട്ടികൾക്ക് പോലും ഐഡിയ ഉണ്ടെങ്കിൽ അവരുടെ ഐഡിയ അവർക്ക് ഇന്നോവേറ്റ് ചെയ്യാം. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം YIP എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതിന് ഗവൺമെന്റിൽ നിന്ന് ഫണ്ടിങ് കിട്ടും. നമ്മുടെ ഐഡിയ നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മതി, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തരാം, ഇന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ആ രീതിയിൽ ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ ആ ഐഡിയ നല്ലതാണെങ്കിൽ ആ ഐഡിയ അംഗീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഫണ്ടിങ് കിട്ടും. നമുക്കതൊരു ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ആയിട്ട് ഉയർന്നു കൊണ്ടുപോകുന്നതിന് സാധിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഉള്ള ഒരു പുതിയ ടെർമിനോളജിയാണ് സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്നത്. സോ ദേ ആർ കമ്പനീസ് ഓർ വെഞ്ചേഴ്സ് ദാറ്റ് ആർ ഫോക്കസ്ഡ് around a single product or service that the founders want to bring to market. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതൊക്കെ സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങിയ കമ്പനികളെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബൈജൂസ്, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഇന്നിപ്പോൾ ആർക്കും അറിയാത്ത, ഇന്ത്യയിൽ ആർക്കും അറിയാത്ത, ലോകത്തിന് എനിക്കറിയില്ല അറിയാത്ത ഒരു പേരാണ് ബൈജൂസ്, ലേണിംഗ് ആപ്പ്. ഇതൊരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. ബൈജു രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം തുടങ്ങിയ ഒരു ചെറിയ ഒരു ട്യൂഷൻ സെന്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ തുടങ്ങിയ ഒരു സംഗതിയാണ്. ഇന്ന് 35 മില്യൺ 3.5 കോടി യൂസേഴ്സ് ഉള്ള ഒരു ആപ്പാണ്, ലേണിംഗ് ആപ്പ് വിത്ത് 2.4 മില്യൺ പെയ്ഡ് സബ്സ്ക്രൈബർ ഉള്ള ഒരു സ്റ്റാർട്ടപ്പാണ് ബൈജൂസ്. വേറെ ഒന്ന് നിങ്ങൾക്കറിയാം, മേക്ക് മൈ ട്രിപ്പ്. നമ്മളെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, ട്രെയിൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, അതും ഒരു ഇന്ത്യൻ ആഷിഷ്, ഈ 3 പേര് ചേർന്ന് തുടങ്ങിയ ഒരു ആണ്. ഇറ്റ് ഹാസ് റെവല്യൂഷനൈസ്ഡ് ട്രാവൽ ഇൻഡസ്ട്രി ഓവർ ദ ഇയേഴ്സ്. നമ്മൾ വീട്ടിൽ നിന്ന് ടാക്സി ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ഓല, വേറെ ഉണ്ട് ഊബർ. സോ ഇത് ഓല എന്ന് പറയുന്നത് ഭാവിഷ് അഗർവാളും അങ്കിത് ചേർന്ന് തുടങ്ങിയ ഒരു ആണ്. IIT പ്രോഡക്ട്സ് ആണ്. അവർ IIT മുംബൈയിൽ നിന്നും അവര് പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്ത ഒരു ഐഡിയ വികസിച്ചുണ്ടായ ഒരു വലിയൊരു സ്റ്റാർട്ടപ്പാണ് ഓല ക്യാബ്സ്. അതേപോലെ ധാരാളം ഉണ്ട്. ഞാൻ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഫുഡ് മിക്കവാറും എല്ലാവരും സിറ്റിയിലെല്ലാം ഫുഡ് വരുത്തുന്നത്. ഇപ്പൊ സ്വിഗ്ഗി നമ്മൾ ബുക്ക് ചെയ്താൽ നമ്മൾ അരമണിക്കൂർ നമ്മുടെ വീട്ടിൽ ഫുഡ് എത്തുന്നു. അതിന്റെയൊക്കെ എസ്റ്റിമേറ്റഡ് വാല്യുവേഷൻ $3.3 ബില്യൺ ആണ്. അതുപോലെ ഓയോ, നിങ്ങൾക്കറിയാം, ഒരു ചെറുപ്പക്കാരൻ ഹൃദേശ് അഗർവാൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു സ്വന്തമായിട്ട് ഒരു ഹോട്ടലും ഇല്ല, ഒന്നുമില്ല. അദ്ദേഹത്തിന് ഒരു കൺസെപ്റ്റും അതിനെ അറേഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനവും, ഒരു കമ്പ്യൂട്ടർ സംവിധാനവും മാത്രമേ ഉള്ളൂ. പക്ഷെ ലോകം മൊത്തം അല്ലെങ്കിൽ ഈ ഒരു ഹോട്ടൽ സിസ്റ്റം, നമുക്ക് എവിടെയും ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉള്ള ഹോട്ടൽസ് ബുക്ക് ചെയ്യാൻ പറ്റും ഈ ഓയോ എന്ന് പറയുന്ന ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ. സോ ഇങ്ങനെയുള്ള തീർച്ചയായിട്ടും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇന്ന് നമ്മളുടെ വികസിച്ച ഒരു ഇന്നോവേഷനിലേക്കും നൈപുണ്യവൽക്കരണത്തിലേക്കും സ്കിൽ ഡെവലപ്മെന്റിലേക്കുമാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റിന് വേണ്ടി നടത്തുന്ന ഒരു ഗവേഷണമായിരുന്നു വളരെ പഴയ കാലത്ത് എങ്കിൽ അതിൽ നിന്നൊക്കെ മാറി തീർച്ചയായിട്ടും മനുഷ്യന്റെ ഭൗതിക സൗകര്യങ്ങളും അല്ലെങ്കിൽ മനുഷ്യന്റെ കംഫർട്ടും കൂടുതൽ, മനുഷ്യജീവിതം കൂടുതൽ അനായാസമാക്കുന്നതിന് വേണ്ട സംഗതികൾ കണ്ടെത്തുന്നതിനുള്ള നിലയിലേക്ക് ശാസ്ത്ര ഗവേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ചെയ്യുന്നത് വഴിയാണ് ഭാവി ഒരു രാജ്യത്തിന്റെ പുരോഗതിയും അതുവഴി മാത്രമേ നമ്മുടെ രാജ്യത്തെ 3 സൂപ്പർ സയന്റിഫിക് സൂപ്പർ പവറുകൾ ഒന്നാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നുമുള്ള ഒരു ചെറിയ സന്ദേശത്തോടു കൂടി ഞാൻ എൻ്റെ ഈ ഒരു ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, Baiju. Excellent orientation. Now students only can interact because they have got a lot of food for thought. വളരെ നല്ലതായിരുന്നു. എല്ലാ ആസ്പെക്ട്സ് കവർ ചെയ്തു. നോട്ട് ഓൺലി ടു സ്റ്റുഡൻസ്, ഈവൻ സയന്റിഫിക് കമ്മ്യൂണിറ്റി എല്ലാവർക്കും പ്രയോജനപ്പെട്ട നല്ല ഒരു എക്സലന്റ് ഓറിയന്റേഷൻ. താങ്ക് യു ബൈജു. താങ്ക് യു കലാവതി. താങ്ക് യു. നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സ്റ്റുഡൻസിന് സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. സ്റ്റുഡൻസ് ആരെങ്കിലും? ഇതാണ് അനീസ്. സർ അനസ്. സബ്ജക്ട് നിമറ്റോളജിയാണ് സാർ. സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ സയന്റിസ്റ്റുമാർക്കും ഡിസ്കസ് ചെയ്യാം. നമ്മുടെ സയന്റിസ്റ്റുമാർക്കും ജനറലി കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ സ്റ്റുഡന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതുപോലെ ഈ പോയിന്റ്സിനെ വെച്ചിട്ട് എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിലും ചെയ്യാം. ഓൾ ആർ വെൽക്കം. ഞാനൊരു സ്റ്റുഡന്റ് ലെവലിലല്ല, സ്റ്റുഡന്റ് മാത്രമാണെന്നുള്ള അല്ല എല്ലാ സയന്റിസ്റ്റിനും ഇന്ററാക്ട് ചെയ്യുക, ഈവൻ കോൺട്രിബ്യൂട്ട് ചെയ്യാം.
അടുത്ത് പോയെന്ന സംശയമുണ്ട്. സ്റ്റുഡൻസ് may understand, but many of the parts were useful, but even to scientific community it was very useful. So any scientist or anyone can interact. യൂട്യൂബിലൂടെ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കും കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. യൂട്യൂബിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനും അതിന്റെ ചാറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാവുന്നതാണ് സാറുമായിട്ട്. later on also yeah. സ്റ്റുഡൻസ് ആരും ഇന്ററാക്ട് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. അലൻ ആന്റണി റെഡി ആയിട്ടുണ്ടോ? അലൻ ആന്റണി, സയൻസ് ഫോർ സ്റ്റുഡൻസ് എന്ന വിഷയത്തിൽ അലൻ ആന്റണി ഒരു 3 മിനിറ്റ് സംസാരിക്കുന്നതാണ്. വീഡിയോ ഓൺ ആയിക്കോളൂ. Good morning, sir. ഗുഡ് മോർണിംഗ്. കേൾക്കാം, സംസാരിച്ചോ. Good morning, everyone. My name is Alan Anthony. I am going to speak a talk based on science for students. Innovative students must be for our country to become more science tempered and being initiatives like Sir noted, like the importance of scientific development is increasing these days. When looking at history, in the Indian history, we have read a lot of scientific strategy. So the numbers of the Euro system and latest innovation was yesterday. We launched a satellite. We launched a Brazilian satellite with the help of a private company. That was Amazonia 1, which proved a turning point in scientific in our society. The proof that our society is more scientifically tempered is that when we look into youngsters, most of the youngsters say that they want to become either engineer or a doctor or some scientific person. Is the main proof that we are more scientifically tempered in a society that is more developed. But what is happening in our Indian society these days is that our students are more attracted towards the technology, but the technology is not, they're not using the technology for positive needs, which make our Indian society backlash from other countries. That is the main reason behind our society is not coming forward. As Sir noted that China is the country with most number of the scientific research papers, and India just comes third. And what is the reason? A country from which the missile man of India, like Dr. APJ Abdul Kalam, and the remembered C.V. Raman and Homi J. Baba, and such scientists have emerged. Why youngsters are not coming forward for such scientific researches? That the basic knowledge that in science is being backlashed with a religious temperament. Like, we are not balancing the main ideas behind both religious and the scientific ideologies. So this is all what I want to say about the Science Day. And in the Science Day, let us remember the great C.V. Raman and his Raman effect, which contributed a main range of youngsters into this scientific field. And let us not be backlashed from such ideologies. And let me say that the science should be put for the collective effort of human needs, and the humans must use science for positive and
good result rather than using it for negative effect on our society, where we are just not involved in a major development of our society. So let us look forth for a great development in our society. Thank you. Thank you very much. Thank you, Alan Anthony. Hello. Joseph sir, സ്റ്റുഡൻസിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? Wind up. I think all the students, is there any more person on elocution now? Sir, Alan Anthony മാത്രമേ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളൂ. Anyhow, it was a good talk by Alan Anthony. Was really made some points about science and how it can be used for the mankind. Yeah, there is always two kinds of sciences which every student should understand. One is about curiosity driven or knowledge centric, which is highly fundamental in nature, and they are the seed of the science. So it's a kind of a passion which at least many of the students have in their mind, and that has to be nurtured properly. So my dear students, you have to understand on this curiosity driven or knowledge centric science as a fundamental thing in your life. So if you wanted to know more into that, I think that has to be fine tuned at a bigger level. So I do not know how far such kind of talents are being refined at a student level, but definitely those students can venture into some of the very good ideas given by Dr. Baiju sir in his presentation as well, how to go about small innovators program or even startups or of that nature. So the science has two dimensions. One is on the fundamental aspect. The next important aspect about science is the applied nature. So only when you are sound in the fundamental sciences, then you can go into a kind of a utility driven mode. So that is more as a product centric, where it has a direct application to the mankind. So as some will be more interested towards that. These days, even the government is promoting more for a kind of a product driven research. I think that is exactly where some of the students are now interested in, and that is where the startups are also emerging out. So the balance between the fundamental science and the base or the basic sciences and the application sciences are very important, and there is tremendous scope for both the areas which every student community should understand. So for everything, the base is always the knowledge driven. So you have to have a very good base in your knowledge with any science for that matter, and based on a strong foundation or a footing, definitely you can apply all these fundamentals either to curiosity driven research or even to a kind of a product driven research. And that is where we all wanted a kind of a knowledge driven society. That is exactly what Baiju sir was also mentioning, where we can give more kind of a funding is required. Public investment on science has to be enhanced. I think this message will definitely go into the bigger level, because that is where I feel one of the Bharat Ratna recipients, Professor C.N.R. Rao, he's always fought for that. How to improve the public spending towards science. I think that is very, very important. Once that is happening, naturally the quality output in terms of good publications or even good products for that matter will emerge into the country. And I think I also thank Dr. Baiju sir, who has really put everything in a proper order from where one has to start. I think students should definitely might have benefited from that. So from where the funding should start and how best it has to
reach to the student level, and even how the startups are now there, and finally the skill development. So once you have the skill in your hand, as we was mentioning about how the skill has improved in America and even in Britain for that matter, that will definitely throw a light into that. So I just conclude feeling saying that if you one is given a fish for a day, he survives for a day, fishing for a day. But when you teach him how to fish, that is always the best thing which he can sustain for his entire life. So whether you want for a day or you want to sustain life, it is up to you, for which I think this kind of program will refine and fine to the student community to the bigger level. Thank you. സോറി, ഞാൻ സംസാരിച്ചപ്പം മ്യൂട്ട് ചെയ്തിരിക്കുകയായിരുന്നു. മാഡം, കലാ മാഡത്തിന് എന്തെങ്കിലും കുട്ടികളോട് രണ്ടു വാക്ക് സംസാരിക്കാനുണ്ടോ അവസാനം സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട്? First of all, I congratulate Alan Anthony for coming forward and offering some of his views and suggestions. And many of the students also I expected to come forward, because what Dr. Baiju has contributed in terms of startups and all, it's after all an era of startups. Because many are not directly involved in government sector, or even as Dr. Baiju told, the private sector involvement in research is very less in India. So I also expect that many of the students should come forward, even that opening of the new field of that private research, or even the startups that students can think of now itself, and they can at least participate in the discussions, because young minds can contribute much, I think, rather than us thinking a lot about this, because they have most of the novel ideas as they deal every day with these social media and all. Because internet and all, they might have gained almost all information, and they would have shared with us also, and then only they can contribute to the nation build up also. That's only my request to the young community, that whenever we conduct some program, we don't want to talk one side. Always we wish our students to come forward, as they are the partners in startups and all, and I request them to come forward. That's all I can conclude. Thank you. താങ്ക് യു മാഡം. ബഹുമാനപ്പെട്ട CBCRE പ്രാദേശിക കേന്ദ്ര മേധാവി ഡോക്ടർ എസ് കലാവതി മാഡം, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയ ഡോക്ടർ ജി ബൈജു സാർ, ഡോക്ടർ ജോസഫ് രാജ്കുമാർ സാർ, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ, നാഷണൽ സയൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് CBCRE പ്രാദേശിക കേന്ദ്രം കായംകുളത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഏകദിന വെർച്വൽ വർക്ക്ഷോപ്പ് ഇവിടെ പൂർത്തിയാവുകയാണ്. CV രാമൻ എന്ന പ്രഗത്ഭനായ ശാസ്ത്രജ്ഞന്റെ പ്രധാനപ്പെട്ട രാമൻ ഇഫക്റ്റ് എന്ന കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ വർഷവും നടത്തുന്ന നാഷണൽ സയൻസ് ഡേ വിദ്യാർത്ഥികളിൽ വളർന്നു വരുന്ന പുതുതലമുറയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയമായ അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം നമുക്ക് നല്ല രീതിയിലൂടെ സംഘടിപ്പിക്കുവാൻ സാധിച്ചു. വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് എന്നല്ല, മുഴുവൻ സയന്റിഫിക് കമ്മ്യൂണിറ്റിക്കും പ്രയോജനപ്പെടുന്ന വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ലെക്ചർ ഇവിടെ കാഴ്ചവെച്ച ഡോക്ടർ ജി ബൈജു സാറിന് CBCREയുടെ പേരിലുള്ള അഗാധമായ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവിധമായ സഹകരണവും ചെയ്തുകൊണ്ട് ഒപ്പമുണ്ടായിരുന്ന CBCRE പ്രാദേശിക കേന്ദ്രം കായംകുളം മേധാവി ഡോക്ടർ എസ് കലാവതി മാഡത്തിനും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു.
ഇന്നിവിടെ സ്വാഗതം ആശംസിച്ച ഇതിന്റെ കോർഡിനേറ്റർ കൂടിയായ CPCRA പ്രാദേശിക കേന്ദ്രം പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ജോസഫ് രാജ്കുമാർ സാറിന് പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ഇതിന്റെ ഒരു കോർഡിനേറ്റർ കൂടിയായ ഡോക്ടർ മറിൻ ബാബു മാഡം സീനിയർ സയന്റിസ്റ്റ് CPCRA കായംകുളം മാഡത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ ലൊക്കേഷൻ കോമ്പറ്റീഷനിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മുൻപോട്ട് വന്നില്ല. ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടായിരിക്കാം കൂടുതൽ പേരും യൂട്യൂബിലൂടെയൊക്കെ ആയിരിക്കാം പങ്കെടുക്കുന്നത്. ഈ പ്രോഗ്രാം ഇന്നിവിടെ നടന്ന ഈ ലെക്ചർ, ഈ പരിപാടികൾ യൂട്യൂബിൽ ഉണ്ടായിരിക്കും. പിന്നീട് വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് അത് വീക്ഷിക്കാവുന്നതാണ്. ലൊക്കേഷൻ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് മുൻപോട്ട് വന്ന അലൻ ആന്റണിക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൽ സൂം മീറ്റിങ്ങിലും അതോടൊപ്പം തന്നെ യൂട്യൂബ് ലൈവിലും പിന്നീടും വീക്ഷിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും CPCRA പ്രാദേശിക കേന്ദ്രത്തിന്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. മനസ്സിന് പ്രത്യേക നന്ദി. Once again to Baiju also. Thank you. Thank you. Thank you, Baiju. Joseph, NS.